जय श्री राधे राधे, जय श्री राधे श्याम। तप्त कांचन गौरांगी राधे वृंदावनेश्वरी, वृषभानुसुते देवी प्रणमामि हरिप्रिये। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे। नमस्ते सरस्वती देवी गौरवाणी प्रचारिणी, निर्विशेषा शून्यवादी पाश्चात्य देशधारिणी। जय श्री कृष्ण चैतन्य प्रभु नित्यानंद, श्री अद्वैत गदाधरा श्रीवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। तप्त कांचन गौरांगी राधे वृंदावनेश्वरी, वृषभानुसुते देवी പ്രണമാമി ഹരിപ്രിയേ। ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് നാരായണീയത്തിൻ്റെ ദശകം 30 സ്യമന്തക കഥയാണ് വായിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ വായിക്കാം. സത്രാജിതസ്ത്വമദലുബ്ധവർദ്ധക്കലബ്ധം ദിവ്യം സമന്തകമണിം ഭവന്നായാചീഹ, തത്കാരണം ബഹുവിധം മമ ഫാദിനൂനം, തത്സ്യാത്മജാം ത്വയിരതാം ചലതോ വിവോടും. അനന്തരം സത്രാജിത്തിന് സൂര്യൻ നൽകിയ സമന്തകം എന്ന ദിവ്യമായ രത്നത്തെ അവിടുന്ന് ഒരു ലുബ്ധനെ പോലെ യാചിച്ചു. അപ്രകാരം അവിടുന്ന് സമന്തകത്തെ യാചിച്ചതിന് പലതായ കാരണങ്ങൾ എനിക്ക് തോന്നുന്നുണ്ട്. അവന്റെ പുത്രിയായ സത്യഭാമ അങ്ങേൽ അനുരാഗവതിയായതിനാൽ അവളെ സൂത്രത്തിൽ വിവാഹം ചെയ്യാനാണ് ഇപ്രകാരം പെരുമാറിയതെന്ന് തീർച്ചയാണ്. അപ്പോൾ സത്യഭാമ എന്ന് പറയുന്നത് അതിസുന്ദരിയാണ്, അതിസുന്ദരിയായ ഒരു രാജകുമാരിയാണ് സത്യഭാമ. അപ്പൊ സത്രാജിത്തിന്റെ പുത്രിയാണ് സത്യഭാമ എന്ന് പറയുന്നത്. അപ്പൊ ആ സത്യഭാമയുടെ സൗന്ദര്യത്തില് ഭഗവാന് ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടം തോന്നുകയാണ്. അപ്പോ ഭഗവാൻ സത്രാജിത്തിനോട് ചോദിക്കുകയാണ്, സെമന്തകമണി, അതായത് സൂര്യഭഗവാൻ സത്രാജിത്തിന് നൽകിയതാണ് ആ സെമന്തകമണി എന്ന് പറയുന്നത്. അപ്പൊ ആ സെമന്തകമണി ഭഗവാൻ ആരോട് ചോദിക്കുകയാണ്? സത്രാജിത്തിനോട് ചോദിക്കുകയാണ്. അപ്പോ സത്രാജിത്ത് അത് കൊടുക്കുകയില്ല. അതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പം സെമന്തകമണി സത്രാജിത്തിനോട് ഭഗവാൻ ചോദിക്കുന്നതിലൂടെ അതിസുന്ദരിയായിട്ടുള്ള അതിശയകരമായ സൗന്ദര്യമുള്ള സത്യഭാമയെ ഭഗവാൻ വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹം ഭഗവാന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് സത്രാജിത്തിനോട് ആ സെമന്തകമണിക്ക് വേണ്ടി ഭഗവാൻ ഒരു യാചകനെ പോലെ യാചിക്കുന്നത്, അങ്ങനെ ചോദിക്കുന്നത്. അദത്തം തം ദുഹ്യം മണിവരമനോൽപമനസാ, പ്രസേനസ്തത്ര ഫ്രാദാഗളഭുവി വഹൻ പ്രാപമൃഗയാംഹ, അഹന്നേം സിംഹോ മണിമഹസി മാംസഭ്രമവശാദ്, കബീന്ദ്രസ്തം ഹത്വാ മണിമപി ച ബാലായ ദദിവാൻ. അല്പബുദ്ധിയായ ആ സത്രാജിത്ത് ആകട്ടെ സെമന്തക രത്നത്തെ അവിടത്തേക്ക് തന്നില്ല. അവന്റെ അനുജനായ പ്രസേനൻ അതും കഴുത്തിൽ അണിഞ്ഞ് വനത്തിൽ നായാട്ടിനു പോയി. വനത്തിൽ വെച്ചൊരു സിംഹം സെമന്തകത്തിന്റെ രത്നപ്രഭ കണ്ടിട്ട് മാംസമാണെന്ന് തെറ്റിദ്ധരിച്ച് അവനെ കൊന്നു. പിന്നീട് കവിശ്രേഷ്ഠനായ ജാംബവാൻ ആ സിംഹത്തെ കൊല്ലുകയും സെമന്തകം വീണ്ടെടുത്ത് തന്റെ കുട്ടിക്ക് കളിക്കാനായി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഭഗവാൻ സെമന്തകം ചോദിച്ചപ്പോൾ ആ സത്രജിത്ത് ആകട്ടെ ഭഗവാന് സെമന്തകം കൊടുക്കുന്നില്ല. പകരം ആർക്കാണ് കൊടുക്കുന്നത്? സത്രജിത്തിന്റെ സഹോദരനായ പ്രസേനന് ആ സെമന്തക രത്നം കൊടുക്കുകയാണ്. അങ്ങനെ ഈ പ്രസേനന് ഈ സെമന്തക രത്നം കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് കാട്ടിൽ നായാട്ടിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരു സിംഹം എന്ത് ചെയ്യാണ്? ഇത് മാംസമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആ സെമന്തക രത്നത്തിനെ എടുത്ത് ആ പ്രസേനനെ വധിക്കുകയാണ്. അപ്പോ ഈ സെമന്തക രത്നം ഇത് ഈ സിംഹത്തിന്റെ കയ്യിലാണല്ലോ. അപ്പോ ജാംബവാൻ എന്ന് പറയുന്ന ഒരു കവിശ്രേഷ്ഠനായ ജാംബവാൻ ഉണ്ട്. ജാംബവാൻ കഴിഞ്ഞ ജന്മത്തില് ശ്രീരാമചന്ദ്രനുമായിട്ട് ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ജന്മത്തില് കൃഷ്ണനായിട്ട് അവതരിക്കുമ്പോൾ കണ്ടുമുട്ടാം എന്നുള്ളൊരിത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ശ്രേഷ്ഠനായിട്ടുള്ള ഒരു കവിശ്രേഷ്ഠനാണ് ഈ ജാംബവാൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ജാമ്പവാൻ എന്ത് ചെയ്യുകയാണ്? ഈ മൃഗത്തിനെ കൊന്നിട്ട് ആ സെമന്തകരത്നം സ്വന്തമാക്കുകയാണ്. എന്നിട്ട് തന്റെ പുത്രിയായ ജാമ്പവതിക്ക് ഈ സെമന്തകരത്നത്തെ കളിക്കാൻ വേണ്ടിയിട്ട് ജാമ്പവാൻ കൊടുക്കുകയാണ്. ശശം സുഹാസത്രാജിത് ഗിരമനുജനാൽസ്ത്വം മണിഹരം ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷകണികാഃ തതഃ സർവജ്ഞോവപി സ്വജനസഖിതോ മാർഗണഃ പരഃ പ്രസേനം തം ദൃഷ്ട്വാ ഹരിമപി ഗതോ വസൂഹാ കപിഗുഹാം. സെമന്തകത്തെ ചോദിച്ചിട്ട് നൽകാത്തതിനാൽ പ്രസേനനെ വധിച്ച് അവിടുന്ന് സെമന്തകം കൈക്കലാക്കിയെന്ന് സത്രാജിത്ത് പറഞ്ഞതനുസരിച്ച് ജനങ്ങൾ അവിടത്തെക്കുറിച്ച് രത്നത്തെ അപഹരിച്ചവനെന്ന അപവാദം പ്രചരിപ്പിച്ചു. ഗുണവാന്മാരുടെ അല്പദോഷങ്ങളെ ജനങ്ങൾ അമൃത പോലെ ആസ്വദിക്കുന്നുവല്ലോ. സർവവും അറിയാവുന്ന അവിടുന്ന് സ്വജനങ്ങളോടുകൂടി സെമന്തകത്തെ അന്വേഷിക്കുന്നവനായി അവിടുന്ന് വനത്തിൽ പ്രസേനനെയും സിംഹത്തെയും അവരുടെ ശരീരങ്ങൾ കണ്ട് ജാമ്പവാന്റെ ഗുഹയിലുമെത്തി. അങ്ങനെ ഭഗവാനെ എല്ലാവരും എന്ത് ചെയ്യാണ്? സംശയിക്കുകയാണ്. ഭഗവാനെ എങ്ങനെയാണ് സംശയിക്കുന്നത്? ഇത് മോഷ്ടിച്ചെടുത്തത് ഭഗവാനാണ് എന്നുള്ള രീതിയിൽ. കാരണം പ്രസേനൻ അവിടെ പോയിട്ട് തിരിച്ചു വരുന്നില്ല. അപ്പോൾ എല്ലാവരും ഭഗവാൻ അത് ചോദിച്ചുവല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാനായിരിക്കും അത് എടുത്തത്, ശ്രീകൃഷ്ണനായിരിക്കും അത് എടുത്തത് എന്നുള്ള രീതിയിൽ ഭഗവാനെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുകയാണ്? കാട്ടിലേക്ക് ഈ സെമന്തക അന്വേഷിച്ച് പുറപ്പെടുകയാണ്. ഭവന്തമവിതർക്കയന്യതവയാഃ സ്വയം ജാമ്പവാൻ മുകുന്ദ ശരണം ഹിമാം കായിഹ രോതുമിത്യാലപൻഹ വിഭോ രഘുപതേ ഹരേ ജയ ജയേത്യളം മുഷ്ടിഭീചിരം തവ സമർച്ചനം വ്യതിത ഭക്തചൂടാമണീഹ. ഭഗവത് ഭക്തനും വയോവൃദ്ധനും കപിശ്രേഷ്ഠനുമായ ജാമ്പവാൻ അവിടത്തെ കണ്ടിട്ട് ആളെ തിരിച്ചറിഞ്ഞില്ല. ഭഗവാൻ മുകുന്ദന്റെ ആശ്രിതനായ എന്നെ എതിരേൽക്കാൻ ആരാണ് എത്തിയിരിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടും വിഭോ രഘുപതേ ഹരേ ജയ ജയ എന്നിങ്ങനെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടും മുഷ്ടിയാൽ അവിടത്തെ വളരെ കാലം അർച്ചന ചെയ്ത് മുഷ്ടി കൊണ്ട് കൊണ്ടേയിരുന്നു. അപ്പോൾ ഈ ജാമ്പവാൻ എന്ത് ചെയ്യണം? ഭഗവാനെ കണ്ടുടനെ അങ്ങ് ആരാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം? എന്നെ എതിർക്കാൻ ആരാണ് എത്തിയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ മുകുന്ദനോട് ഭഗവാനോട് ചോദിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? ജാമ്പവാൻ ഭഗവാനുമായിട്ട് യുദ്ധം ചെയ്യാനുള്ള പുറപ്പാടിലാണ്. ബുദ്ധാദതേന ദത്താം നവരമണീം വരമണീം ച പരിഗൃഹണൻ ഹാ അനുഗൃഹണന്നുമാഗാഹ സബദിച്ച സത്രാജിതേ മണിം പ്രാതഃ. അനന്തരം അവിടത്തെ തിരിച്ചറിഞ്ഞ ആ ജാമ്പവാനാൽ നൽകപ്പെട്ട സെമന്തക രത്നത്തെയും പുത്രിയായ ജാമ്പവതിയെയും സ്വീകരിച്ച് അവിടുന്ന് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ദ്വാരകയിലെത്തിയ ഉടനെ തന്നെ അവിടുന്ന് സെമന്തകം സത്രാജിത്തിന് തിരിച്ചു നൽകി. അങ്ങനെ ഈ ജാമ്പവാൻ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഭഗവാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. യുദ്ധം നടക്കുന്നുണ്ട്, എന്നാൽ കൂടിയും അവസാനം എന്ത് ചെയ്യുകയാണ്? ജാമ്പവാൻ അതില് തോൽക്കുകയും അങ്ങനെ ജാമ്പവാൻ എന്ത് ചെയ്യുകയാണ്? തൻ്റെ പുത്രിയെയും അതോടൊപ്പം തന്നെ സെമന്തക രത്നവും ഭഗവാന് കൊടുക്കുകയാണ്. തൻ്റെ പുത്രിയായ ജാമ്പവതിയെയും അതോടൊപ്പം തന്നെ സെമന്തക രത്നവും ഭഗവാന് കൊടുക്കുകയാണ്. ജാമ്പവതി എന്ന് പറയുന്നത് ആരാണെന്ന് അറിയാമോ? ജാമ്പവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർവതീ ദേവിയുടെ തന്നെ ഒരു അവതാരമാണ്. പാർവതീ ദേവി തന്നെയാണ് ജാമ്പവതി എന്ന് പറയുന്നത്. കാരണം പാർവതീ ദേവി ഒരു ദിവസം കൈലാസത്തിൽ ഇരിക്കുന്ന സമയത്ത് ഹരിയെ കാണും, കൃഷ്ണനെ കാണും. ശ്രീകൃഷ്ണനെ കാണുമ്പോഴത്തേക്ക് ഭഗവാന്റെ സൗന്ദര്യം അത്രയും വലിയ സൗന്ദര്യമുള്ള അതാണല്ലോ എന്ന് ജാമ്പവതിയുടെ മനസ്സിലൊരു ഭയങ്കര ഒരു ആഗ്രഹം ജനിക്കും. എനിക്കും ഇതുപോലെ ഭർത്താവായിട്ട് ഭഗവാന് വേണം എന്നുള്ളൊരിത്. അപ്പം ആ ജാമ്പവതിയായിട്ട് പാർവതീ ദേവി വേറൊരു ശരീരം എടുത്താണ് ജാമ്പവതി ആവുന്നത്. അങ്ങനെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണ അവതാരത്തിൽ ഭഗവാന്റെ പത്നിയാവുന്നത്. അങ്ങനെ ജാമ്പവതിനെ വിവാഹം കഴിച്ച് ഭഗവാൻ എവിടേക്ക് പോവുകയാണ്? ദ്വാരകയിലേക്ക് വന്നിട്ട് സത്രാജിത്തിന് ആ സെമന്തക രത്നം കൊടുക്കുകയാണ്. തദനു സഖലു വ്രീളാലോലാവിലോല വിലോചനാം ദുഹിതരമഹോ ധീമാൻ ഭാമാം ഗിരൈവ പരാർപ്പിതാം അതിതമണിനാ തുഫ്യം ലഫ്യം സമേത്യ ഭവനാപവി പ്രമുദിതാമാനസ്തൈസ്യ വാദാത്മണീം ഗഹനാശയഃ.
ആ ബുദ്ധിമാനായ സത്രാജിത്താകട്ടെ ലജ്ജയാൽ പരവശനായി വിവാഹ വാഗ്ദാനമായി വാക്കുമാത്രം നൽകി മറ്റൊരാൾക്ക് ശതധന്വാവിന് കൊടുക്കാൻ നിശ്ചയിക്കപ്പെട്ടവളായ തന്റെ മകൾ സത്യഭാമയെയും ആ സെമന്തക രത്നത്തെയും അവൻ അവിടത്തേക്ക് നൽകി. ആ ആശയഗംഭീരനായ അവിടന്നാകട്ടെ സ്വീകരിക്കാൻ യോഗ്യമായതിനെ ആ സത്യഭാമയെ സ്വീകരിച്ചിട്ട് സെമന്തകത്തെ തിരികെ സത്രാജിത്തിനു തന്നെ നൽകി. ആശ്ചര്യം തന്നെ. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്യുകയാണ്? ഭഗവാൻ ഇങ്ങനെ സെമന്തകം തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് സത്രാജിത്ത് വളരെ വിഷമിക്കുകയാണ്. സത്രാജിത്ത് വിഷമിക്കുന്നത് എന്തിനാണ്? അയ്യോ, ഭഗവാനെ കള്ളനാക്കിയല്ലോ, എല്ലാരും പറയുന്ന കേട്ട് ഭഗവാൻ അങ്ങനെ സെമന്തക രത്നം എടുത്തുകൊണ്ട് പോയി എന്ന് വിചാരിച്ചല്ലോ എന്നൊക്കെ ഓർത്ത് എന്ത് ചെയ്യാണ്? ഈ സത്രാജിത്ത് വളരെ വിഷമിക്കുകയാണ്. അങ്ങനെ സത്രാജിത്ത് എന്ത് ചെയ്യുകയാണ്? സെമന്തക രത്നത്തെയും അതോടൊപ്പം തന്നെ സത്യഭാമ ദേവിയെയും ഭഗവാന് വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ സത്യഭാമയെയും ഭഗവാന് നൽകുകയാണ്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുകയാണ്? സെമന്തക രത്നത്തെ എന്ത് ചെയ്യാണ്? ആശയഗംഭീരമായ അവിടെ നിന്നാകട്ടെ സ്വീകരിക്കാൻ യോഗ്യമായതിനെ, അതായത് സത്യഭാമയെ മാത്രം ഭഗവാൻ സ്വീകരിക്കുകയും എന്നിട്ട് ആ സെമന്തക രത്നത്തെ സത്രാജിത്തിന് തിരികെ കൊടുക്കുകയും ചെയ്യുകയാണ് ഭഗവാൻ. അപ്പൊ നോക്കണേ, അപ്പൊ ഭഗവാൻ എന്താണ്? ഭഗവാൻ ആ സ്നേഹമാണ് വലുതെന്ന് പറയുന്നത് അല്ലേ? അല്ലാതെ ഒരു സെമന്തക രത്നം അല്ല ഭഗവാൻ വലുത്. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്യണം? ഭഗവാൻ ആ സെമന്തക രത്നം എടുത്തോ? ഇല്ല, ഭഗവാൻ ആ സെമന്തക രത്നം എടുത്തില്ല. ഭഗവാൻ എന്ത് ചെയ്യുകയാണ്? ഭഗവാൻ ആ സെമന്തക രത്നം തിരിച്ച് സത്രാജിത്തിന് തന്നെ കൊടുക്കുകയാണ്. അതിനുശേഷം സത്യഭാമ ദേവിയെ ഭഗവാൻ വിവാഹം കഴിക്കുകയാണ്. വ്രീളാകുലാം രമയതി ത്വയി സത്യഭാമാം കൗന്ദേയദാഹ കഥയാദ ക്രൂരൻ പ്രയാദേഹാം ഹീ ഗാന്ധിനേയ കൃതവർമ്മഗിരാനി പാത്യാ സത്രാജിതം ശതനുർമണിമാജഹാരാം. അപ്രകാരം ലജ്ജാവതിയായ സത്യഭാമയുമായി സുഖമായി കഴിയവേ കുന്തിപുത്രന്മാരായ പാണ്ഡവർ അരക്കിള്ളത്തിൽപ്പെട്ട് ദഹിച്ചു പോയതായി കേട്ടിട്ട് കുരുദേശത്തേക്ക് പുറപ്പെട്ടവനായി. അവിടുന്ന് കുരുപുരത്തിലായിരിക്കുന്ന സമയത്ത് അക്രൂരന്റെയും കൃതവർമാവിന്റെയും വാക്കുകളാൽ പ്രേരിതനായി ആ ശതധന്വാവ് സത്രാജിത്തിനെ കൊല്ലുകയും സെമന്തകത്തെ അപഹരിക്കുകയും ചെയ്തു. കഷ്ടം തന്നെ. അങ്ങനെ ശതധന്വാവ് എന്ന് പറയുന്ന ഒരു ദുഷ്ടനുണ്ട്. ആ ശതധന്വാവ് എന്ത് ചെയ്യുകയാണ്? സത്രാജിത്തിനെ വധിക്കുകയും ആ സെമന്തകത്തെ അപഹരിക്കുകയും ചെയ്യുകയാണ്. അപ്പോ സത്യഭാമയുമായിട്ട് കഴിയുന്ന ആ സമയത്ത് തന്നെ കുന്തിപുത്രന്മാരായ പാണ്ഡവർ അരക്കില്ലത്തിൽപ്പെട്ട് ദഹിച്ചു പോയതായി കേട്ടിട്ട് കുരുദേശത്തേക്ക് പുറപ്പെട്ടവനായി. അതായത് അവിടുന്ന് കുരുദേശത്തിലേക്ക് ഭഗവാൻ പുറപ്പെടുകയാണ്. കാരണം ഭഗവാന്റെ അത്രയും പ്രിയപ്പെട്ടവരാണ് പാണ്ഡവരെന്ന് പറയുന്നത്. പാണ്ഡവരെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഹൃദയത്തിൽ ഭഗവാൻ കൊണ്ടു നടക്കുന്നവരാണ്. അപ്പം ആ പാണ്ഡവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ആ ഒരു വ്യഗ്രതയില് ഭഗവാൻ എന്ത് ചെയ്യുകയാണ്? അവിടേക്ക് കുരുപുരത്തിലേക്ക് ഭഗവാൻ യാത്രയാകുകയാണ്. അക്രൂരന്റെയും കൃതകർമാവിന്റെയും വാക്കുകളാൽ പ്രേരിതനായി എന്നിട്ട് അതിന് ശേഷം അക്രൂരൻ പിന്നെയും തിരിയുന്നുണ്ട്. അക്രൂരന്റെ ഒരു വാക്കും കൃതകർമാവിന്റെ വാക്കും കേട്ടിട്ട് എന്ത് ചെയ്യണം? ശതധന്വാവ് എന്ന് പറഞ്ഞൊരാള് ആ സെമന്തക രത്നം സത്രാജിത്തിനെ വധിച്ചിട്ട് ആ സെമന്തക രത്നത്തെ കൈക്കലാക്കുകയാണ്. അപ്പൊ ഭഗവാൻ അത് അറിയുന്നില്ല. ഭഗവാൻ എങ്ങോട്ട് പോയിരിക്കുകയാണ് ആ സമയത്ത്? കുരുപുരത്തേക്ക്. അതായത് തന്റെ പ്രിയപ്പെട്ട പാണ്ഡവരെ അന്വേഷിച്ച് ഭഗവാൻ കുരുപുരത്തേക്ക് പോയിരിക്കുകയാണ്. ശോകാത് കുരൂനുപഗാമദവലോക്യ കാന്താം ഹത്വാ ദ്രുതം ശതനും സമഹർഷയസ്താം രത്നേ സശങ്ക ഇവ മൈഥിലഗേഹമത്തേ രാമോ ഗദാം സമശിശിക്ഷാദാദ്രാഷ്ട്രം. പിതൃവധത്താൽ ദുഃഖിതയായി കുരുപുരത്ത് എത്തിച്ചേർന്ന തന്റെ കാന്തയായ സത്യഭാമയെ സന്തോഷപ്പെടുത്തുന്നതിനായി അവിടുന്ന് ശതധന്വാവിനെ കൊന്നു. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ഭഗവാൻ അവിടെ തിരിച്ചെത്തിയിട്ട് സത്യഭാമയെ രക്ഷിക്കുന്നതിന്, സത്യഭാമയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയും സത്രാജിത്തിന്റെ മരണം ഇങ്ങനെ നടന്നല്ലോ എന്ന് അറിഞ്ഞ് അതിലുള്ള വിഷമം കൊണ്ടിട്ട് അത്രയും ദേഷ്യം വന്നിട്ട് ഭഗവാൻ ആ ദുഷ്ടനായ ശതധന്വാവിനെ, അതായത് സത്യഭാമയുടെ അച്ഛനെ വധിച്ച, പിതാവിനെ വധിച്ച ആ ശതധന്വാവിനെ ഭഗവാൻ വധിക്കുകയാണ്. ശതധന്വാവിന്റെ കൈവശം സെമന്തകം ഉണ്ടായിരുന്നില്ലെന്ന് കണ്ട് ബലരാമൻ രത്നത്തെക്കുറിച്ചുള്ള സംശയവുമായി ആരാണ് രത്നം കൈവശമാക്കിയിരിക്കുക എന്ന് സംശയവും പേറിക്കൊണ്ട് മിഥിലയിലേക്ക് പോവുകയും അവിടെ വച്ച് ദുര്യോധനനെ ഗദായുദ്ധം അഭ്യസിപ്പിക്കുകയും ചെയ്തു.
അങ്ങനെ എന്താ ബലരാം സ്വാമി ഇങ്ങനെ ഭഗവാനോട് പറയണേ, ഇത് ആരാണ് ഈ സെമന്തകരത്നം എടുത്തതെന്ന് അറിയില്ലല്ലോ. അതിൽ സംശയിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്, ആ സംശയം പേരിക്കൊണ്ട് മിഥിലയിലേക്ക് പോവേണം. അങ്ങനെ ആ സംശയം പേരെക്കൊണ്ട് ബലരാം സ്വാമി ഇതിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ദുര്യോധനൻ ഇങ്ങനെ ബലരാം സ്വാമിയോട് പറയും, എനിക്ക് യുദ്ധമൊക്കെ അഭ്യസിക്കണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ ബലരാം സ്വാമിക്ക് അതിൽ ഒരു ദയ തോന്നിയിട്ട് ബലരാം സ്വാമി എന്ത് ചെയ്യണം, ബലരാം ആ ഗദായുദ്ധം അഭ്യസിപ്പിച്ചു കൊടുക്കുകയാണ്. ആ ദുര്യോധനന് ബലരാം ആ ഗദായുദ്ധം അഭ്യസിച്ചു കൊടുക്കുകയാണ്. അക്രൂര ഏഷ ഭഗവൻ ഭവതിച്ഛയൈവ സത്രാജിതഃ കുചരിതസ്യ യുയോജ ഹിംസാംഹ അക്രൂരതോ മണിമനാഹൃതവാൻ പുനസ്തും തസ്സൈവ ഭൂതിമുപദാതുമിതി ബ്രുവന്തി. അല്ലയോ ഭഗവാനെ, സത്രാജിത്തിനെ വധിക്കാൻ ആ അക്രൂരൻ ശതധന്വാവിനെ പ്രേരിപ്പിച്ചത് അവിടുത്തെ ഇച്ഛയാൽ പ്രേരിതനായി തന്നെയാണ്. ആ അക്രൂരന് ഐശ്വര്യം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവനായതുകൊണ്ടാണ് അക്രൂരന്റെ കയ്യിൽ നിന്നും ആ ശതധന്വാവ് ഏൽപ്പിച്ചിരുന്ന സെമന്തകത്തെ അവിടുന്ന് തിരിച്ചെടുക്കാത്തതെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അക്രൂരൻ അങ്ങനെ ഒരു എന്താ പറയാ, ഒരു ക്രൂരമായിട്ടുള്ള മനസ്സുണ്ടായി. പക്ഷെ അക്രൂരൻ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് അറിയാൻ കഴിയും, ഭഗവാനെ കാണാനായിട്ട് വൃന്ദാവനത്തിൽ പോയി വിളിക്കുന്ന ആ ടൈമിലൊക്കെ നല്ല ഒരു ഇതായിട്ടിരുന്നതാണ്. പക്ഷെ പെട്ടെന്ന് തന്നെയാണ് അക്രൂരന്റെ സ്വഭാവം മാറിയത്. ചില മനുഷ്യരും ഇങ്ങനെയാണല്ലേ, ഒരു സമയത്ത് നല്ലതുപോലെ ഇരിക്കും, പിന്നെ കുറെ കഴിയുമ്പോൾ അവരുടെ സ്വഭാവം പാടെ മാറും. ചിലപ്പോൾ പാടെ മാറിയിരുന്നിട്ട് പിന്നെ വീണ്ടും നല്ല സ്വഭാവം കാണിക്കും, പിന്നെയും മാറും. അങ്ങനെ പലതരത്തിലുള്ള സ്വഭാവം ഉണ്ടല്ലോ. അപ്പൊ ഈ അക്രൂരനെ റെപ്രസെന്റ് ചെയ്യുന്ന വെച്ചാൽ അക്രൂരനെ പോലെയാണ് ചിലരുടെ ഇതെന്ന് കാണിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ അക്രൂരൻ ആ ഒരു ഇത് തോന്നിയത് കൊണ്ടാണല്ലോ എടുത്തെന്ന് കരുതിയിട്ട് ഭഗവാൻ ആ സെമന്തരത്നം തിരിച്ചെടുക്കാതെ അത് അക്രൂരന് തന്നെ കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണ്. കാരണം ശതധന്വാവാണല്ലോ ആരുടെ പ്രേരണയാണ്, ആരുടെ പ്രേരണ കൊണ്ടാണ് ഇത് എടുത്തത്, ഭഗവാന്റെ തന്നെ ഒരു പ്രേരണ അതിൽ വരുന്നുണ്ട് എന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ കൃതകർമാവിന്റെ ഒരു പ്രേരണയും ഉണ്ടായിരുന്നു. അപ്പൊ കൃതകർമാവിന്റെ ഒരു പ്രേരണയും കൊണ്ടാണ് അക്രൂരൻ ഇങ്ങനെ എടുത്തതെന്നുള്ളത് ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഭഗവാൻ അത് വേണ്ടാന്ന് വെച്ചാൽ പൊയ്ക്കോട്ടെ സാരമില്ല എന്നുള്ള രീതിയിൽ അത് ഭഗവാൻ വെറുതെ വിടുകയാണ്. ഭക്തസ്ത്വയി സ്ഥിരതരഃ സഹി ഗാന്ധിനേയ സ്തൈവ കാമദമപി മതിഹ കദമീശ ജാതഃ വിജ്ഞാനവാൻ പ്രശമനവാഹമിത്യുദീർണം ഗർവം ധ്രുവം ശമയിതും ഭവദാകൃതൈവ. അല്ലയോ ഭഗവാനെ, അവിടത്തിൽ ഉറച്ച ഭക്തിയുള്ള അക്രൂരന് ദുഷ്ടമാർഗത്തിൽ ചരിക്കുന്ന മനസ്സ് എപ്രകാരമാണ് ഉണ്ടായത്? ഞാൻ തന്നെയാണ് ജ്ഞാനിയും ഞാൻ തന്നെയാണ് ഭക്തനും എന്നിങ്ങനെയുള്ള അക്രൂരന്റെ ഗർവത്തെ ഇല്ലാതാക്കാൻ അവിടുന്ന് തന്നെയാണ് ഇപ്രകാരം ഒരവസ്ഥയെ ഉണ്ടാക്കി തീർത്തത് തീർച്ച. അപ്പോ ഇങ്ങനെയുള്ളൊരു അതാണ് ചോദിക്കുന്നത്, ഇങ്ങനെ ഇത്രയും ഭഗവാനോട് ഇത്രയും ഇഷ്ടമുണ്ടായിരുന്ന അക്രൂരന് പെട്ടെന്ന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു മനംമാറ്റം ഉണ്ടായത് എന്നാണ്. എന്നിട്ട് അവസാനം ഈ അക്രൂരന് വീണ്ടും ഒരു മനസ്താപം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ എന്ത് ചെയ്തത്, ആ പിന്നെ സെമന്തകമണി തിരിച്ചെടുക്കാതിരുന്നത്. അപ്പോ വീണ്ടും ആ അക്രൂരൻ പശ്ചാത്തപിക്കുകയാണ് അല്ലേ, അതാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും അക്രൂരൻ പശ്ചാത്തപിക്കുകയാണ്, അയ്യോ ഞാൻ എടുത്തത് തെറ്റായിപ്പോയി, അതിന്റെ ആവശ്യം എനിക്കില്ലായിരുന്നു, ഭഗവാൻ അതെനിക്ക് സ്വമനസാലെ തരുന്ന ആളായിരുന്നു, പക്ഷെ ഞാൻ എന്തിനാണ് ഇങ്ങനെ ചതിച്ച് എടുത്തത്, സത്യഭാമയുടെ അച്ഛനെ വധിച്ച് ഞാൻ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളത് അപ്പോഴാണ് ആ അക്രൂരന്റെ മനസ്സിൽ തോന്നുന്നത്. ഇത് ശരിയാണല്ലേ, ചിലരിങ്ങനെയാണ്, നമ്മൾ ചിലപ്പോൾ ചിലർക്ക് ചോദിച്ചാൽ നല്ലതുപോലെ കൊടുക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് പലതരത്തിലുള്ള സ്ഥലങ്ങൾ കാണും, പല ഇത് മേടിക്കാനുള്ള ആ ഒരു സാഹചര്യം അവർക്ക് ഉണ്ടായിരിക്കും. എന്നാലും ഒരാളെ ചതിച്ച് അവരത് വാങ്ങും എന്നുള്ളതാണ്. ഒരാളെ ചതിച്ചുകൊണ്ട് അത് നേടുന്നതിൽ അവർ സന്തോഷം കാണും. ഒരാളെ ശത്രുവായിട്ട് കണ്ടിട്ട് അത്രയും ക്രൂരമായിട്ട് ചതിച്ചുകൊണ്ട്, പക്ഷെ അതുകൊണ്ട് അവരെന്തെങ്കിലും നേടുമോ? അവരൊന്നും നേടത്തില്ല. അത് പിന്നെ അവസാനം അവരുടെ നാശത്തിലേക്ക് തന്നെയായിരിക്കും പോകുന്നത് അല്ലേ. അതാണ് പറയുന്നത്. ഒരുപാട് ഇപ്പൊ എന്താ വാങ്ങിക്കൂട്ടാൻ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായാൽ പോലും അതൊന്നും പോയി വാങ്ങിക്കൂട്ടാതെ ഒരാൾക്ക് ഉപകാരപ്പെടുന്ന അവരുടെ ഒരു അടുത്ത് തന്നെ ഉപകാരപ്പെടുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് വാങ്ങി അവരെ ആ പാവങ്ങളെ ദ്രോഹിക്കാനായിട്ട് ശ്രമിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളത് അല്ലേ. അപ്പൊ അതാണ്, അതേപോലെയാണ് ഇതും പറയുന്നത്. അതായത് ഭഗവാൻ മനസ്സറിഞ്ഞ് കൊടുക്കുമായിരുന്നു, ഒരുപാട് വേറെ പലതും ഭഗവാൻ കൊടുക്കുമായിരുന്നു ഈ അക്രൂരന്. പക്ഷേ എന്നിട്ട് കൂടി
ഭഗവാനെതിരെ നിൽക്കുകയാണ് ഈ അക്രൂരൻ. അതാണ് അക്രൂരന്റെ ആ ഒരു ക്രൂര മനസ്സ് അവിടെ കാണിക്കുന്നത്. അപ്പൊ അതുപോലെയാണ് ചില മനുഷ്യരും അങ്ങനെയാണ്. എന്താ പറയാ, നല്ല മനസ്സുള്ളവർ അവരെ അറിഞ്ഞു വേണമെങ്കിലും അവരെന്ത് സഹായം വേണമെങ്കിലും ചെയ്യും. പക്ഷെ അവരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ദുഷ്ട മനസ്സുള്ള കുറെ പേര് കാണും, അല്ലെ? അപ്പൊ അതാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, പാണ്ഡവരെ പോലെ ഭഗവാനെ മാത്രം മതി എന്ന് വിചാരിച്ച് ഭഗവാന്റെ കൂടെ ഭഗവാന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ അവരെയാണ് ഭഗവാൻ പിന്നീട് സ്വീകരിക്കുന്നത്. അവർക്കായിരിക്കും ഭഗവാൻ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിൽ അല്ലെങ്കിൽ അവർക്കായിരിക്കും എന്തെങ്കിലും ഒരു സ്ഥാനം ഭഗവാൻ കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരെയും പാവങ്ങളെ ദ്രോഹിക്കാതിരിക്കുക, ശത്രുത വെച്ച് പുലർത്താതിരിക്കുക, വിദ്വേഷം വെച്ച് പുലർത്താതിരിക്കുക, ചതിക്കാതിരിക്കുക, വഞ്ചിക്കാതിരിക്കുക എന്നുള്ളതാണ്. ചതിയും വഞ്ചന ആ ദുഷ്ടർക്ക് നേരെ നമുക്ക് പ്രയോഗിക്കാം, പക്ഷെ സാധുക്കളുടെ നേരെ പ്രയോഗിച്ചുകൂടാ എന്നുള്ളതാണ്. അത്രയും സാധുക്കളായിട്ടുള്ളവരുടെ കൂടെ അല്ലെങ്കിൽ അന്നുള്ള കാര്യങ്ങൾ ചെയ്ത് അന്നം ഉണ്ടാക്കി കഴിയുന്നവരെ അല്ലെങ്കിൽ പാവപ്പെട്ടവരെ അങ്ങനെയുള്ളവരെ ഒന്ന് ദ്രോഹിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള സാധുക്കളെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും അത് ക്ഷമിക്കുകയില്ല. പ്രത്യേകിച്ചും ഭഗവാന്റെ ഭക്തരെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഭഗവാൻ ക്ഷമിക്കുകയില്ല എന്നുള്ളതാണ്. അവർക്ക് എപ്പോഴായാലും അതിനുള്ള ഒരു ശിക്ഷ ഭഗവാൻ കൊടുക്കും എന്നുള്ളത് തീർച്ചയാണ്. യാദം ഭയേന കൃതവർമ്മയുധം പുനസ്ത മാഹൂയ തദ്വന്നിഹിതം ചമണിം പ്രകാശ്യഃ തത്രൈവ സുഫ്രദരേ വിദിതായ ദുഷ്യൻ ഫാമാകുശാഞ്ച ശയനഃ പവനേശപായഃ. അവിടുത്തെ ശിക്ഷയെ ഭയന്ന് കൃതവർമാവിനോടൊപ്പം അക്രൂരൻ നാടുവിട്ടു. അവിടുന്ന് അക്രൂരനെ തിരികെ ദ്വാരകയിലേക്ക് വിളിച്ചു വരുത്തി ശതധന്വാവ് ഏൽപ്പിച്ചിരുന്ന സെമന്തകത്തെ ലോകബോധ്യത്തിനായി പ്രദർശിപ്പിച്ചു. വിശിഷ്ടങ്ങളായ വ്രതാനുഷ്ഠാനങ്ങൾ പാലിക്കുന്നവനായ അവന് തന്നെ ആ സെമന്തകം നൽകി. എന്നിട്ട് സന്തുഷ്ട ചിത്തനായി ഭാമയുടെ മാറിൽ ശയിക്കുന്നവനായ അല്ലയോ ഗുരുവായൂരപ്പ, അവിടുന്ന് അടിയനെ രക്ഷിക്കണമേ. അങ്ങനെ എന്താണ്, അവിടുത്തെ ശിക്ഷയെ ഭയന്ന് കൃതകർമാവിനോടൊപ്പം അക്രൂരൻ നാടുവിട്ടു. എന്നിട്ട് അക്രൂരൻ ആ സെമന്തകം കിട്ടിയോ? ഇല്ല. അക്രൂരൻ ആ ഒരു ഇത് കണ്ടിട്ട് ഇനി ഭഗവാൻ എന്നെ വധിക്കുമോ എന്നുള്ള ഭയത്തിൽ എന്ത് ചെയ്യണം, അക്രൂരൻ അവിടുന്ന് നാട് വിട്ടു പോവുകയാണ്. അവിടുന്ന് അക്രൂരനെ തിരികെ ദ്വാരകയിലേക്ക് വിളിച്ചു വരുത്തി ശതധന്വാവ് ഏൽപ്പിച്ചിരുന്ന സെമന്തകത്തെ ലോകബോധ്യത്തിനായി പ്രദർശിപ്പിച്ചു. എന്നിട്ട് ലോകബോധ്യത്തിന് എല്ലാവരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അല്ല അത് എടുത്തത് എന്നുള്ള കാര്യത്തിൽ ഇത് ഇങ്ങനെയാണ് സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ അത് ബോധിപ്പിക്കാനായിട്ട് എല്ലാവരെയും അവിടെ പ്രദർശിപ്പിച്ചു. എന്നിട്ട് എന്താ ഇത്, വിശിഷ്ടങ്ങളായ വ്രതാനുഷ്ഠാനങ്ങൾ പാലിക്കുന്നവനായ അവന് തന്നെ ആ സെമന്തകം നൽകി. എന്നിട്ട് ആ സെമന്തകം തിരിച്ച് അവന് തന്നെ നൽകുകയാണ്. ഭഗവാൻ കണ്ടില്ലേ, ഭഗവാൻ അത്രയും എന്താ പറയാ, അത്രയും കരുണാമയനാണ് ഭഗവാൻ. പക്ഷെ ഭഗവാന്റെ ഭക്തരെയോ ഭഗവാന്റെ കൂടെ നിൽക്കുന്നവരെയോ ഭഗവാന് വേണ്ടി ജീവിക്കുന്നവരെയോ ദ്രോഹിച്ചു കഴിഞ്ഞാൽ അവരെ ഒരിക്കലും ഭഗവാൻ വെറുതെ വിടുകയില്ല. പക്ഷെ ഭഗവാൻ കൊടുക്കും. മനസ്സിലായി? ഇപ്പൊ കർണൻ പോലും ഭഗവാന്റെ ഭക്തർക്കെതിരെയാണ് നിന്നത്. അതായത് പാണ്ഡവരുടെ തന്നെ ഒരു അംശമായിരുന്നു കർണനും, പാണ്ഡവരുടെ തന്നെ സഹോദരനായിരുന്നു കർണൻ. എന്നാലും കർണൻ എന്താണ് ചെയ്തത്? കർണൻ ദുര്യോധന ഭാഗത്താണ് നിന്നത്. അവസാനം വരെയും ഭഗവാനും എല്ലാവരും കർണനെ ഉപദേശിച്ചതാണ് പാണ്ഡവരുടെ പക്ഷത്ത് നിൽക്കാൻ വേണ്ടി. പക്ഷെ കർണൻ അത് ചെയ്തില്ല. എന്നിട്ട് അവസാനം കർണൻ മരിച്ചു. എന്നാൽ കർണൻ ദാനധർമ്മിഷ്ഠനായതുകൊണ്ട് തന്നെ കർണന് പോലും ഭഗവാൻ ആ സ്വർഗലോകം കൊടുക്കുകയാണ് ചെയ്തത്. കൊടുക്കാതിരുന്നില്ല, കർണന് ഭഗവാൻ ആ ലോകം കൊടുത്തു. അപ്പൊ അവിടെയാണ് ഭഗവാന്റെ നന്മയെന്ന് പറയുന്നത്. പക്ഷെ ഭഗവാന്റെ ഭക്തരെ ദ്രോഹിച്ചവരെ എല്ലാമാണ് ഭഗവാൻ പാണ്ഡവരുടെ കൂടെ നിന്നിട്ട് ഭഗവാൻ വധിപ്പിച്ചത്. എന്നിട്ട് പാണ്ഡവർക്കെല്ലാം വീണ്ടെടുത്ത് കൊടുത്തത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മറ്റെല്ലാം ത്യജിച്ചിട്ട് സർവധർമാൻ പരിത്യജ്യ മറ്റെല്ലാം ത്യജിച്ചിട്ട് ആരാണോ ഭഗവാന് വേണ്ടി നിൽക്കുന്നത് അവരെ നമ്മൾ ഒരിക്കലും ദ്രോഹിക്കാൻ പാടില്ല. അവരെ നമ്മൾ ദ്രോഹിച്ചാൽ, ആ ദുര്യോധനനെ പോലെ അവരെ നമ്മൾ ദ്രോഹിച്ചാൽ, അല്ലെങ്കിൽ കൗരവവശത്തെ പോലെ അവരെ നമ്മൾ ദ്രോഹിച്ചാൽ ഭഗവാൻ ഒരിക്കലും അവർക്ക് ഒരു നന്മ ഉണ്ടാക്കത്തില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അതുകൊണ്ട് സാധുക്കളെ ദ്രോഹിക്കാതിരിക്കുക. നമുക്ക് അല്ലാതെ ചിലപ്പോൾ ദുഷ്ടന്മാരെയൊക്കെ ദ്രോഹിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇതിനു വേണ്ടി അങ്ങനെ നമ്മുടെ ഭാഗത്ത് തെറ്റില്ലാതെ ഒരാൾ നമ്മളെ ദ്രോഹിക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ചു ദ്രോഹിക്കുക എന്നുള്ള വോയിസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഒരാളെ ദ്രോഹിക്കാതെ മറ്റൊരാളെ നമ്മൾ ദ്രോഹിക്കാനുള്ള, അല്ലെങ്കിൽ സാധുക്കളെ ദ്രോഹിക്കാനുള്ള, അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തരെ ദ്രോഹിക്കാനുള്ള ഒരു റൈറ്റ്സും ഒരു അവകാശം ആർക്കും ഇല്ല.
അതുകൊണ്ട് തന്നെയാണ് മഹാഭാരത യുദ്ധം പോലും ഉണ്ടായത്. അപ്പൊ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഭഗവാനെ പൂജിക്കുന്നവരെ, ഭഗവാന്റെ ഭക്തരെ ഒരിക്കലും നമ്മൾ ദ്രോഹിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് തന്നെയാണ് കർണന്റെ കഥയിലൂടെ കൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അത് തന്നെയാണ് നമുക്ക് ഭഗവാന്റെ കഥയിലൂടെയും മഹാഭാരതത്തിലൂടെ ആയാലും നമുക്ക് മനസ്സിലാവുന്നത്. ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ പറയുന്നതും അത് തന്നെയാണ്. അതായത് ഭഗവാനിൽ അഭയം പ്രാപിച്ച, അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തര്, സാധുക്കള്, അങ്ങനെയുള്ളവരെ ഒരിക്കലും ദ്രോഹിക്കാൻ പാടില്ല. ഒരു വാക്കുകൊണ്ട് പോലും ദ്രോഹിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് അതിന്റെ സത്യം എന്ന് പറയുന്നത്. പലരും പല ഇതാണ് പലതിൽ പറയുന്നത്. പക്ഷെ ഇത് തന്നെയാണ് സത്യം, ഇത് തന്നെയാണ് സത്യം, ഇത് തന്നെയാണ് സത്യം. അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയുള്ള ഭക്തരെ ഒരിക്കലും ദ്രോഹിക്കാതിരിക്കുക. ഭഗവാന്റെ കൂടെ നിൽക്കുന്നവരെ, ഭഗവാന്റെ പക്ഷത്ത് നിൽക്കുന്നവരെ, അങ്ങനെയുള്ള സാധുക്കളെ നമ്മളെ ദ്രോഹിക്കാതെ, അത്രയും സാധുവായിട്ട് നിൽക്കുന്ന സാധുക്കളെ, ബ്രാഹ്മണരെ, സാധുക്കളെ ദ്രോഹിക്കാതിരിക്കുക എന്നുള്ളതാണ്. അടുത്തത് ദശകം 81 കാളിന്ത്യാദി വിവാഹം. സ്നിഗ്ധാം മുഗ്ധാം സതതമഭിതാം ലാളയൻ സത്യഭാമാം യാദോ ഹൂയഃ സഹ ഖലു തയാ യാജ്ഞസേനീ വിവാഹം ഹാ പാർത്താ പ്രീതേ പുനരഭിമനോ മനാഗാസ്തിതോ ഹസ്തിപുര്യാം ഹ ശക്രപ്രസ്ഥം പുരമഭി വിഭോ സംവിദായാഗതോ ഹൂഹാം. അല്ലയോ നിത്യനായവനെ, അനുരാഗവതിയും മോഹിതയുമായ ആ സത്യഭാമയെ എല്ലായ്പ്പോഴും ലാളിച്ചുകൊണ്ട് കഴിയുന്ന അവിടുന്ന് അവളോടൊന്നിച്ച് പാഞ്ചാലിയുടെ വിവാഹത്തിന് പോയി. പാണ്ഡവരുടെ സന്തോഷത്തിനു വേണ്ടി കുറച്ചു കാലം ഹസ്തിനപുരത്തിൽ കഴിഞ്ഞു. പാണ്ഡവർക്കായി ഇന്ദ്രപ്രസ്ഥം എന്ന നഗരത്തെ ഉണ്ടാക്കിയിട്ട് അവിടുന്ന് മടങ്ങി. അങ്ങനെ അല്ലയോ നിത്യനായവനെ, ഭഗവാൻ നിത്യനാണല്ലോ. അപ്പൊ അങ്ങനെ നിത്യനായ ഭഗവാനെ, അനുരാഗവതിയും മോഹിതയുമായ സത്യഭാമയെ ഇപ്പോഴും ലാളിച്ചുകൊണ്ട് കഴിയുന്ന അവിടുന്ന് അവളോടൊന്നിച്ച് പാഞ്ചാലിയുടെ വിവാഹത്തിന് പോയി. അപ്പൊ ഭഗവാന് സത്യഭാമാദേവിനെ എന്ന് വെച്ചാൽ അത്രയ്ക്കും ഇഷ്ടമാണ്. കാരണം സത്യഭാമാദേവിക്ക് അത്രയും സൗന്ദര്യം ഉള്ളതുകൊണ്ടും സത്യഭാമാദേവിയോട് അത്രയും ഒരു സ്നേഹമുള്ളതുകൊണ്ട് എപ്പോഴും ആ സത്യഭാമാദേവിയുടെ കൂടെ തന്നെയായിരുന്നു ഭഗവാൻ. അങ്ങനെ സത്യഭാമാദേവിനെ ഭഗവാൻ ഇങ്ങനെ സ്നേഹിക്കുകയും ലാളിക്കുകയൊക്കെ ചെയ്തിട്ട് ഭഗവാൻ എന്ത് ചെയ്യണം, പാഞ്ചാലിയുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ സന്തോഷത്തോടെ പാണ്ഡവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് പാണ്ഡവർക്ക്, തൻ്റെ പ്രിയപ്പെട്ടവരായ പാണ്ഡവർക്ക് വേണ്ടി അവരോടുള്ള സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ചു കാലം ഭഗവാൻ എവിടെ കഴിയുകയാണ്, ഹസ്തിനപുരിയിൽ കഴിയുകയാണ്. എന്നിട്ട് പാണ്ഡവർക്കായിട്ട് ഇന്ദ്രപ്രസ്ഥം എന്ന നഗരത്തെ ഉണ്ടാക്കിയിട്ട് അവിടുന്ന് മടങ്ങി. എന്നിട്ട് ആ പാണ്ഡവർക്ക് വേണ്ടിയിട്ട് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ഒരു നഗരവും ഭഗവാൻ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് ഭഗവാൻ അവിടുന്ന് മടങ്ങുകയാണ്. ഭദ്രാം ഭദ്രം ഭവദവരാജാം കൗരവേണാർദ്യമാനാം താമഹൃതാം കുഹനാമസ്കരീ ശക്രത്സുനൂഹ തത്ര ക്രുദ്ധം ബലമനുനയൻ പ്രത്യഗ്രാസ്തേന സാർദ്ധം ശക്രപ്രസ്ഥം പ്രിയസഖമുദേ സത്യഭാമാ സഹായഃ. അവിടുത്തെ അനുജത്തിയായ സുഭദ്രയെ ദുര്യോധനൻ വിവാഹത്തിനായി മോഹിച്ച് അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ കപട സന്യാസി വേഷത്തിലെത്തി അർജുനൻ സുഭദ്രയെ അപഹരിച്ചു. കോപിഷ്ഠനായ ബലരാമനെ അവിടുത്തെ വാക്കിനാൽ തന്നെയാണ് അക്കാര്യം നടന്നതെന്നതിനാൽ അവിടുന്ന് അനുനയിപ്പിച്ചു. സത്യഭാമാ സമേതനായി ബലരാമനോടൊപ്പം തന്റെ പ്രിയ സുഹൃത്തായ അർജുനന്റെ സന്തോഷത്തിനായി അവിടുന്ന് വീണ്ടും ഇന്ദ്രപ്രസ്ഥത്തിലെത്തി. അങ്ങനെ ദുര്യോധനന് ആരോടൊരു ഇഷ്ടം തോന്നിയത്, ഭഗവാന്റെ സഹോദരിയായിട്ടുള്ള സുഭദ്രയോട് ആർക്ക് ഒരു ഇഷ്ടം തോന്നുകയാണ്, ദുര്യോധനന് ഇഷ്ടം തോന്നുകയാണ്. പക്ഷേ ദുര്യോധനന് വിവാഹം കഴിക്കാൻ കഴിയുന്നില്ല. അർജുനനും ഈ പറഞ്ഞ പോലെ സുഭദ്രേനെ ഇഷ്ടമായിരുന്നു. അങ്ങനെ അർജുനൻ എന്ത് ചെയ്യുകയാണ്, അർജുനൻ ഒരു കപട സന്യാസിയുടെ വേഷത്തിൽ വന്നിട്ട് ഈ സുഭദ്രേനെ തട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ സുഭദ്രേനെ തട്ടിക്കൊണ്ടു പോയിട്ട് പിന്നെ അർജുനൻ വിവാഹം കഴിക്കുകയാണ്. അങ്ങനെ സത്യഭാമ സമേതനായി ബലരാമനോടൊപ്പം തൻ്റെ പ്രിയ സുഹൃത്തായ അർജുനന്റെ സന്തോഷത്തിനായി അവിടുന്ന് വീണ്ടും ഇന്ദ്രപ്രസ്ഥത്തിലെത്തി. എന്നിട്ട് ഭഗവാൻ ഈ വാർത്ത അറിഞ്ഞിട്ട് തൻ്റെ സുഹൃത്തായ അർജുനന് വേണ്ടിയിട്ട് ഭഗവാൻ വീണ്ടും എവിടെ എത്തുകയാണ്, ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എത്തുകയാണ്. തത്ര കീടന്ന ബീജ യമുനാകുലദൃഷ്ടാം ഗൃഹീത്വാ താം കാളിന്ദീം നഗരമഗമ കാണ്ഡവാ പ്രീണിതാഗ്നിഹ പ്രാതൃസ്ത്രാം പ്രണയവിവശാം ദേവ പ്രൈതൃശ്വസേയീം
രാജ്ഞാം മധ്യേ സപതി ജഘൃഷേ മിത്രവിന്ദാമവന്തീം. ഇന്ദ്രപ്രസ്ഥത്തിൽ ഉല്ലാസവാനായി കഴിയവേ യമുനാതീരത്തിൽ കണ്ട കാളിന്തിയെ അവിടുന്ന് സ്വീകരിച്ചു. പിന്നെ കാണ്ഡവ വനദഹനത്താൽ അഗ്നിപ്രീതി വരുത്തിയ ശേഷം അവിടുന്ന് ദ്വാരകയ്ക്ക് മടങ്ങി. അവിടുത്തെ പിതാവിന്റെ സഹോദരീ പുത്രിയും അവന്തി രാജപുത്രിയുമായ മിത്രവിന്ദ അങ്ങയിൽ അനുരാഗവതിയായിരുന്നെങ്കിലും സഹോദരന്മാരെ ഭയപ്പെട്ടു കഴിയുകയായിരുന്നു. അവളുടെ ഇഷ്ടമില്ലാത്ത സഹോദരന്മാർ നടത്താൻ തുടങ്ങിയ സ്വയംവരത്തിന് രാജാക്കന്മാർ കാണെ അവിടുന്ന് ആ മിത്രവിന്ദയെ അപഹരിച്ചു. അപ്പോ എന്താണ്, ഇന്ദ്രപ്രസ്ഥത്തിൽ ഉല്ലാസവാനായി കഴിയവേ യമുനാതീരത്തിൽ കണ്ട കാളിന്തിയെ അവിടുന്ന് സ്വീകരിച്ചു. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യണ, ഇന്ദ്രപ്രസ്ഥത്തിൽ വന്നിട്ട് ഭയങ്കര ഉല്ലാസവാനായിട്ട് കഴിയുകയാണ് അല്ലെ. അപ്പോഴാണ് ഭഗവാൻ ആ കാളിന്തി ദേവീനെ കാണുന്നത്. അങ്ങനെ കാളിന്തി ദേവീനെ ഭഗവാൻ വിവാഹം കഴിക്കുകയാണ്. അതിനുശേഷം മിത്രവിന്ദ എന്ന് പറഞ്ഞൊരു സുന്ദരിയായിട്ടുള്ളൊരു ദേവിയുണ്ട്. മിത്രവിന്ദ എന്ന് പറഞ്ഞൊരു സുന്ദരിയായ സ്ത്രീയുണ്ട്. അപ്പം ആ മിത്രവിന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ സഹോദരന്മാരെ ഭയപ്പെട്ട് നമുക്കറിയാലോ, ചില വീടുകളിലൊക്കെ ഭയങ്കര ചിട്ടയും കാര്യങ്ങളും ഒക്കെയാണ്. അവർ പറയുന്ന പോലെയൊക്കെ അനുസരിച്ച് അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു ജീവിതം. അതുപോലെ ഭയങ്കര ഭയന്ന് എങ്ങും പുറത്തൊന്നും ഇറങ്ങാതെ അങ്ങനെ വളരെ ഭയന്നിട്ട് മിത്രവിന്ദ കഴിയുകയായിരുന്നു. അങ്ങനെ കഴിയുന്ന ആ മിത്രവിന്ദയെ ഭഗവാന് അവളുടെ ഇഷ്ടമില്ലാത്ത ഒരു വിവാഹം നടത്താൻ വേണ്ടിയിട്ട് ഈ സഹോദരന്മാരെ പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെ രാജാക്കന്മാർക്കാണ് അവിടുന്ന് ആ മിത്രവിന്ദയെ അപഹരിക്കുകയാണ്. അങ്ങനെ മിത്രവിന്ദയ്ക്ക് ഇഷ്ടം ഭഗവാൻ അറിഞ്ഞിട്ട് രാജാക്കന്മാരെല്ലാരും കാണെ തന്നെ മിത്രവിന്ദേനെ ഭഗവാൻ അവിടുന്ന് സ്വന്തമാക്കിക്കൊണ്ട് പോവുകയാണ്. സത്യാം ഗത്വാ പുനരുദവഹോ നഗ്നജിതന്നന്ദനാം താം ബദ്ധ്വാ സപ്താഭിജാ വൃഷവരാൻ സപ്തമൂർത്തിർനിമേഷാധ ഭദ്രാം നാമ പ്രതരുദാതേ ദേവ സന്ദർദദാദ്യാം സദ്ദോസര്യാഹ വരദ ഭവദഃ സാപി പൈതൃശ്വയേസ്സേയി. പിന്നീട് അവിടുന്ന് കോസല രാജ്യത്ത് ചെന്നിട്ട് വിവാഹത്തിനായുള്ള മത്സരത്തിൽ പങ്കെടുത്ത് 7 രൂപം കൊണ്ട് 7 കൂറ്റൻ കാളകളെ നിമിഷ നേരം കൊണ്ട് ബന്ധിച്ചിട്ട് മത്സര വിജയിയായി നഗ്നജിത്തിന്റെ മകളായ സത്യയെ വിവാഹം കഴിച്ചു. അല്ലയോ വരദദായകനായ ഭഗവാനെ, അവിടുത്തെ പിതാവിന്റെ മറ്റൊരു സഹോദരീ പുത്രിയായ ഭദ്രയെ അവളുടെ സഹോദരന്മാരായ സന്ദർദനൻ തുടങ്ങിയവർ അവിടത്തേക്ക് വിവാഹം കഴിപ്പിച്ചു തന്നു. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്യുകയാണ്, ആരെയൊക്കെയാണ് അങ്ങനെ ഒരു പിന്നീട് കോസല രാജ്യം എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്, കോസല രാജ്യം. അപ്പം കോസല രാജ്യത്ത് വിവാഹത്തിനായുള്ള ഒരു മത്സരം ഉണ്ടായിരുന്നു. ആ മത്സരം എന്ന് പറയുന്നത് 7 രൂപം പൂണ്ട് 7 കൂറ്റൻ കാളകളെ നിമിഷ നേരം കൊണ്ട് ബന്ധിക്കണം. അങ്ങനെ ഈ 7 രൂപം പൂണ്ടിട്ട് ഭഗവാൻ എന്ത് ചെയ്യണം, 7 കൂറ്റൻ കാളകളെ എങ്ങനെയാണ് ബന്ധിക്കണം. അപ്പം അതിന് ഭഗവാൻ എന്ത് ചെയ്യണം, 7 രൂപം, ഭഗവാന്റെ തന്നെ 7 രൂപങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് ഭഗവാൻ ആ 7 കൂറ്റൻ കാളകളെ ബന്ധിക്കുകയാണ്. അങ്ങനെ ബന്ധിച്ചിട്ട് ഭഗവാൻ എന്ത് ചെയ്യണം, ആ സത്യഭാമയെ വിവാഹം കഴിക്കുകയാണ്. എന്നിട്ട് ഭഗവാനെ പിതാവിന്റെ മറ്റൊരു സഹോദരീ പുത്രിയായ ഭദ്രയെ അവളുടെ സഹോദരമായ സന്ദർദനൻ തുടങ്ങിയവർക്ക് അവിടത്തേക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. എന്നിട്ട് അവിടുത്തെ പിതാവിന്റെ മറ്റൊരു സഹോദരി പുത്രിയായ ഭദ്രയെ അവളുടെ സഹോദരന്മാരായ സന്ദർദനൻ തുടങ്ങിയവർക്ക് അവിടത്തേക്ക് വിവാഹം കഴിപ്പിച്ചു തന്നു. എന്നിട്ട് ഒരു ഭദ്ര എന്ന് പറയുന്ന ഒരു ദേവിനെയും ഭഗവാന് വിവാഹം കഴിച്ചു കൊടുത്തു. അപ്പൊ ഈ ദേവിമാരെല്ലാം, ഈ 8 ദേവിമാരുണ്ട്. ഈ 8 ദേവിമാരെന്ന് പറയുന്നതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ടലക്ഷ്മിയാണ്. ലക്ഷ്മിയുടെ തന്നെ 7 അവതാരങ്ങളാണ്. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഈ അഷ്ടലക്ഷ്മി ഭാവത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ 8 പേരെയും ഭഗവാൻ വിവാഹം കഴിക്കുന്നത്. പാർദാദ്വൈരപ്യ കൃതവലനം കൃതലവനം തോയമാത്രഫ്യ ലക്ഷ്യം ലക്ഷ്യം ചിത്വാ ശബരമവൃതാ ലക്ഷ്മണാ മദ്രകന്യാമ അഷ്ടാവേവം തവ സമഭവൻ വല്ലഭാസ്ത്രമധ്യേ ശുശ്രോദത്വം സുരപതിഗിരാ ഭൗമദുഷ്ടേഷ്ടിതാനി. വില്ലാളി വീരനായ അർജുനൻ മുതലായവർ പോലും എയ്തുമുറിക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടതും വെള്ളത്തിൽ മാത്രം കാണാനാവുന്നതുമായ മത്സ്യരൂപത്തെ എയ്തുമറിച്ചുകൊണ്ട് മദ്രരാജകന്യകയായ ലക്ഷ്മണയെ അവിടുന്ന് വിവാഹം കഴിച്ചു. ഇപ്രകാരം അവിടത്തേക്ക് 8 ഭാര്യമാരുണ്ടായി. അനന്തരം ഭൂമിപുത്രനായ നരകാസുരന്റെ ദുഷ്പ്രവർത്തികളെ കുറിച്ച് ദേവേന്ദ്രൻ പറഞ്ഞ് അവിടുന്ന് അറിഞ്ഞു. അങ്ങനെ അടുത്തെന്താണ്, വെള്ളത്തിൽ മാത്രം കാണാനാവുന്ന മത്സ്യരൂപത്തെ എയ്തു മുറിച്ചുകൊണ്ട്
മദ്രരാജകന്യകയായ ലക്ഷ്മണനെയും അവിടുന്ന് വിവാഹം കഴിക്കുകയാണ്. അങ്ങനെ 8 അഷ്ടലക്ഷ്മിമാരുടെ സ്വരൂപമായ 8 ഭാര്യമാരെയും ഭഗവാൻ വിവാഹം കഴിക്കുകയാണ്. അതിനുശേഷം എന്താണ്, നരകാസുരന്റെ ദുഷ്പ്രവർത്തികൾ കേൾക്കുകയാണ്. നരകാസുരൻ അവിടെ 10,000 സ്ത്രീകളെ, അബലകളായ സ്ത്രീകളെ കൊണ്ടുപോയി നരകിപ്പിക്കുകയാണ്, തട്ടിക്കൊണ്ടുപോയിട്ട്. അപ്പൊ ആ വിവരം ദേവേന്ദ്രൻ പറഞ്ഞിട്ട് ഭഗവാൻ അത് അറിയുകയാണ്. സ്മൃതായാദം പക്ഷിപ്രവരമനിരുദ്ധത്വസ്ഗമദോ വഹന്നംഗേ ഫാമാമുപവന മിവാരാതിഭവനം ഹാ വിവിന്ദൻ ദുർഗാണി ത്രുഡിതാ പിതൃനാശോണിതരസൈഹ പുരം താവത് പ്രാഗ് ജ്യോതിഷമകുരുദാഹ ശോണിതപുരം. അവിടുന്ന് സ്മരിച്ച ഉടനെ ഗരുഡൻ എത്തി. അവിടുന്ന് ഭാമയെ മടിയിൽ ഇരുത്തിക്കൊണ്ട് ഗരുഡന്റെ പുറത്തു കയറി ഉദ്യാനത്തിലേക്ക് എന്ന പോലെ നിസ്സാരമായി നരകാസുരന്റെ രാജധാനിയിലേക്ക് ചെന്നു. നരകാസുരന്റെ കോട്ടകൾ തകർത്ത് ശത്രു സൈന്യത്തെ പിളർന്നു. ചോരക്കളമായ നരകാസുരന്റെ ആസ്ഥാനമായ പ്രാഗ്ജ്യോതിഷപുരത്തെ അപ്രകാരം അവിടുന്ന് ശോണിതപുരമാക്കി. അങ്ങനെ എന്ത് ചെയ്യുകയാണ്, അവിടുന്ന് സ്മരിച്ച ഉടനെ, ഭഗവാൻ ഇങ്ങനെ ഒന്ന് സ്മരിച്ച ഉടനെ ഗരുഡൻ അവിടെ എത്തുകയാണ്. ഗരുഡൻ എത്തിയിട്ട് എന്ത് ചെയ്യുകയാണ്, അവിടുന്ന് ഭാമയെ മടിയിലിരുത്തിക്കൊണ്ട് ഗരുഡന്റെ പുറത്ത് കയറി ഉദ്യാനത്തിലേക്ക് എന്ന പോലെ നിസാരമായി. അങ്ങനെ ഭാമേനെ മടിയിലിരുത്തിക്കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യാണ്, ഗരുഡന്റെ പുറത്ത് കയറിയിട്ട് ഉദ്യാനത്തിലേക്ക് എന്ന പോലെ നിസാരമായി നരകാസുരന്റെ രാജധാനിയിലേക്ക് ചെല്ലുകയാണ്. നരകാസുരന്റെ രാജധാനിയിലേക്ക് ഭഗവാൻ ഇങ്ങനെ ഗരുഡന്റെ പുറത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ പോവുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, നരകാസുരന്റെ കോട്ടകൾ തകർത്ത് ശത്രു സൈന്യത്തെ പിളർന്ന്, നരകാസുരന്റെ കോട്ടകളെല്ലാം തകർത്ത് ശത്രു സൈന്യത്തെയും പിളർന്നിട്ട് ചോരക്കളമായ നരകാസുരന്റെ ആസ്ഥാനമായ പ്രാഗ്ജ്യോതിഷപുരത്തെ അപ്രകാരം അവിടുന്ന് ശോണിതപുരമാക്കി. അങ്ങനെ പ്രാഗ്ജ്യോതിഷപുരം എന്ന് പറയുന്ന ആ പുരത്തെ ഭഗവാൻ എന്ത് ചെയ്യുകയാണ്, ശോണിതപുരം, അതായത് രക്തത്താൽ കലർന്ന ആ ശോണിതപുരമാക്കി മാറ്റുകയാണ് ഭഗവാൻ. പുരസ്താം പഞ്ചാസ്യോ ജലദിവാനാമദ്യാദുപദ്ദപത് സചക്രേ ചക്രേണ പ്രദലിശിരാമങ്ചുഷാ ഭവതാഃ ചതുർദന്തൈർദന്താവളപതിവിരിദ്ധാനഃ സമരം രഥാംഗേന ചിത്വാ നരകമകരോസ്തീർണ നരകം. നരകാസുരന്റെ അനുചരന്മാരായ 5 മുഖമുള്ള മുരൻ എന്ന അസുരൻ സമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്ന് അവിടത്തെ ആക്രമിച്ചു. സുദർശനത്താൽ അവിടുന്ന് അവന്റെ ശിരസ്സറുത്തു. 4 കൊമ്പുകളുള്ള ഗജവീരന്മാരുമായി പോരിന് വന്ന ഭൂമിപുത്രനായ നരകാസുരനെയും സുദർശനത്താൽ വധിച്ച് അവനെ നരകത്തിൽ നിന്നും രക്ഷപ്പെട്ടവനാക്കി മോക്ഷം നൽകി. അങ്ങനെ എന്ത് ചെയ്യുകയാണ് ഭഗവാൻ, നരകാസുരന്റെ അനുചരനായ 5 മുഖമുള്ള മുരൻ എന്ന അസുരൻ സമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്നിട്ട് ഭഗവാനെ ആക്രമിക്കുകയാണ്. അപ്പം സുദർശനത്താൽ അവിടുന്ന് അവന്റെ ശിരസറുത്തു. ഭഗവാൻ ആ സുദർശന ചക്രം കൊണ്ടിട്ട് ആ ദുഷ്ടന്റെ ശിരസറുക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യുകയാണ്, 4 കൊമ്പുകളുള്ള ഗജവീരന്മാരുമായി പോരിന് വന്ന ഭൂമിപുത്രനായ നരകാസുരനെയും സുദർശനത്താൽ വധിച്ചു. എന്നിട്ട് 4 കൊമ്പുകളുള്ള ഗജവീരന്മാരുമായിട്ട് പോരിന് വന്ന ഭൂമിപുത്രനായ നരകാസുരനെയും സുദർശനത്താൽ വധിക്കുകയാണ് ഭഗവാൻ. എന്നിട്ട് അവനെ നരകത്തിൽ നിന്നും രക്ഷപ്പെട്ടവനാക്കി മോക്ഷം നൽകി. അങ്ങനെ ഭഗവാൻ വധിക്കുന്നവർക്കെല്ലാം എന്ത് കൊടുക്കുകയാണ്, ഭഗവാൻ മോക്ഷം കൊടുക്കുകയാണ്. അങ്ങനെ ആ ദുഷ്ടനായിട്ടുള്ള അസുരന് ഭഗവാൻ മോക്ഷം കൊടുക്കുകയാണ്. സ്തുതോ ഭൂമ്യാ രാജ്യം സപതി ഭഗദത്തേ ഭസ്യതനയേ ഗജം ചൈകം നത്വാ ദത്വാ പ്രജീഘഷിയശായിദാ നാഗാൻ നിജപുരീം ഹാ കലേനാബന്ധാനാം സ്വഗതമനസാം ഷോഡശ പുനഃ സഹസ്രാണി ശ്രീണാമഭിജ ധനരാശിം ജ വിപുലം. അപ്പോൾ ഭൂമിദേവി അവിടത്തെ സ്തുതിച്ചു. നരകാസുരന്റെ രാജ്യത്തെയും ആനകളിൽ ഒന്നിനെയും അവിടുന്ന് നരകാസുരപുത്രനായ ഭഗദത്തനു സമ്മാനിച്ചു. മറ്റ് ആനകളെയും നരകാസുരൻ തടവിലാക്കിയിരുന്ന ഭഗവത് ഭക്തകളായ 16,000 സ്ത്രീകളെയും നരകാസുരന്റെ വിപുലമായ ധനശേഖരത്തെയും അവിടുന്ന് ദ്വാരകയ്ക്ക് കൊണ്ടുപോയി. അങ്ങനെ ആ നരകാസുരനിൽ നിന്ന് ആ 10,000 സ്ത്രീകളെയും ഭഗവാൻ തടവിലാക്കിയിരുന്ന ഭഗവത് ഭക്തകളായ 16,000 സ്ത്രീകളെ 16,000 സ്ത്രീകളുണ്ട്. അങ്ങനെയുള്ള ഭഗവത് ഭക്തരായിരുന്ന ആ 16,000 സ്ത്രീകളെയും ഭഗവാൻ രക്ഷിക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യുകയാണ് ഭഗവാൻ, ആ പുരത്തിൽ ഉണ്ടായിരുന്ന ആ നരകാസുരന്റെ സ്ഥലത്തുണ്ടായിരുന്ന ധനശേഖരണത്തെയും പിന്നെ എല്ലാ ഐശ്വര്യങ്ങളെല്ലാം സമ്പത്തുകളും എല്ലാം ഭഗവാൻ എവിടേക്ക് കൊണ്ടുപോവുകയാണ്, ദ്വാരകയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഭൗമാപാകൃത കുണ്ടലം തതനിതോർദോതും പ്രയാദോ ദിവം
ശക്രാദൈർമഹിതഃ സമം ദയിതയാ ദുശ്രീഷ്ടു ദത്തഹൃയാഃ ഹൃത്വാ കൽപതരും വൃഷാ വിപതിതം ചിതേന്ദ്രം മാഗ്ഫ്യാഗമസ്തത്വം ശ്രീമദദോഷ ഈദൃശ ഇതി വ്യാഖ്യാതുമേവാ കൃതാഃ. ദേവമാതാവായ അതിഥിയുടെ കുണ്ടലങ്ങൾ നരകാസുരൻ അപഹരിച്ചിരുന്നു. അത് തിരികെ നൽകുവാനായി ദേവസ്ത്രീകൾക്ക് പോലും ലജ്ജയുണ്ടാക്കുന്നത്ര സൗന്ദര്യധാമമായ സത്യഭാമയോടൊപ്പം അവിടുന്ന് ദേവലോകത്തിലെത്തി. സന്തോഷിച്ച ദേവാദികൾ അവിടത്തെ വിദ്യാവണ്ണം പൂജിച്ച് ഉപചരിച്ചു. സത്യഭാമ മോഹിച്ച കൽപ്പതരുവിനെ ഇന്ദ്രോദ്യാനത്തിൽ നിന്ന് അവിടുന്ന് അപഹരിച്ചത് കണ്ടിട്ട് കോപത്തോടെ അവിടത്തെ എതിർത്ത് ഇന്ദ്രനെ ജയിച്ചുകൊണ്ട് തിരികെ ദ്വാരകയിലെത്തി. ഐശ്വര്യം കൊണ്ട് അഹങ്കാരമുണ്ടായുള്ള ഫലം എന്താണെന്ന് ലോകർക്ക് വ്യാഖ്യാനിക്കാനായാണ് ഇപ്രകാരം അവിടുന്ന് ചെയ്തത്. അങ്ങനെ എന്ത് ചെയ്യണം? ഭഗവാന്റെ പത്നിയാണല്ലോ സത്യഭാമ. അപ്പൊ സത്യഭാമയ്ക്ക് അത്രയും സൗന്ദര്യമാണ്. നമ്മൾ സൗന്ദര്യ ലഹരിയൊക്കെ വായിക്കുന്നത് നന്നായിരിക്കും. സൗന്ദര്യ ലഹരി, പിന്നെ എന്താണ് ത്രിപുര സുന്ദരി മന്ത്രം. അപ്പൊ ത്രിപുര സുന്ദരി എന്ന് പറഞ്ഞാൽ സുന്ദരി ദേവിയാണ്. ആ സൗന്ദര്യം, ആ ത്രിപുര സുന്ദരിയുടെ ആ ഒരു സൗന്ദര്യമാണ് ആ സത്യഭാമ ദേവിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം അത്രയും എന്താ പറയാ, അത്രയും സൗന്ദര്യവതിയാണ് ആ സത്യഭാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും നമുക്കൊന്നും ആർക്കും ഊഹിക്കാൻ കഴിയാത്ത അത്രയും സൗന്ദര്യമാണ്, അത്രയും സൗന്ദര്യമുള്ള സുന്ദരിയാണ്, അത്രയും സൗന്ദര്യവതിയാണ് സത്യഭാമ ദേവി എന്ന് പറയുന്നത്. അപ്പൊ ഈ ദേവസുന്ദരിമാര്, ദേവലോകത്തുള്ള ദേവസുന്ദരിമാര് പോലും ആ സൗന്ദര്യം കണ്ടിട്ട്, ആ സത്യഭാമ ദേവിയുടെ ആ സൗന്ദര്യം കണ്ടിട്ട് അതിലിങ്ങനെ എന്താ പറയാ, അത് കണ്ടിട്ട് അതിൽ ലജ്ജിതരായിട്ട് ഇങ്ങനെ തല കുനിക്കുകയാണ്. അവർക്ക് പോലും ആ സത്യഭാമ ദേവിയുടെ അത്ര സൗന്ദര്യം അതിൻ്റെ ഒരു അല്പം പോലും ഇല്ല എന്നുള്ളതാണ് അവര്. അപ്പൊ അത്രയും സൗന്ദര്യമാണ് സത്യഭാമ ദേവി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ സത്യഭാമ ദേവിനെയും കൂടെ കൊണ്ട് ഇന്ദ്രോദ്യാനത്തിൽ വരികയാണ്. അപ്പൊ ഇന്ദ്രോദ്യാനത്തിൽ വരുമ്പോഴത്തേക്ക് അവിടെ ഒരു എന്താ പറയാ, ഇന്ദ്രോദ്യാനത്തില് വിദ്യാവണ്ണം പൂജിച്ച് ഇന്ദ്രോദ്യാനത്തിൽ എത്തിയപ്പോൾ അവരെ വിദ്യാവണ്ണം ഇന്ദ്രനും ദേവന്മാരും എല്ലാം പൂജിച്ചിരുത്തി. സത്യഭാമ ദേവിനെയും ഭഗവാനെയും പൂജിച്ചിരുത്തി. എന്നിട്ട് കൽപ്പതരു എന്ന് പറഞ്ഞൊരു വൃക്ഷം ഉണ്ടായിരുന്നു അവിടെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവമായിട്ടുള്ളൊരു വൃക്ഷമാണ്. അത് ഇന്ദ്രദേവന്റെ വൃക്ഷമാണ്. പക്ഷെ അത് സത്യഭാമ ദേവി ചോദിക്കുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യണം, ആ കൽപ്പതരുവിനെ എടുത്തുകൊണ്ട് ഭഗവാൻ എവിടേക്ക് വരികയാണ്? ദ്വാരകയിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പം ഐശ്വര്യം കൊണ്ട് അഹങ്കാരം ഉണ്ടായാലുള്ള ബലം എന്താണെന്ന് ലോകർക്ക് വ്യാഖ്യാനിക്കാൻ ആയിട്ടാണ് ഇപ്രകാരം അവിടുന്ന്. അപ്പം ഈ ഇന്ദ്രനിൽ നിന്നും അത് സ്വന്തമാക്കിയത് ഐശ്വര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ അഹങ്കാരം ഉണ്ടായാൽ, ഐശ്വര്യം ഉണ്ടാവുമ്പോൾ അഹങ്കാരം ഉണ്ടായിക്കഴിഞ്ഞാലുള്ള ബലം എന്താണെന്നുള്ളത് ഭഗവാൻ അവിടെ ലോകർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഭഗവാൻ അതും എടുത്തിട്ട് വരികയാണ്. കൽപദ്രും സത്യമാഭാവനഭു വിസൃജൻ ദൃഷ്ടസാഹസ്രയോഷഃ സ്വീകൃത്യ പ്രത്യകാരം വിഹിത ബഹുവാ പുർലാളയൻ കേളിഭേദൈഃ ആശ്ചര്യാനാരദാലോകിത വിവിധ ഗതിസ്തത്ര തത്രാഭിഗേഃ ഭൂയഃ സർവാസു കുർവൻ ദശ ധനയാൻ പാഹി വാദാലയേഷാം. ആ കൽപ്പവൃക്ഷത്തെ സത്യഭാമയുടെ ഭവനത്തിലെ ഉദ്യാനത്തിൽ നട്ടുവളർത്തി. അനന്തരം 16,000 സ്ത്രീകളെയും ഭാര്യമാരായി സ്വീകരിച്ചു. ഓരോ വീട്ടിലും ഓരോരോ രൂപം സ്വീകരിച്ച് അവരെ സന്തോഷിപ്പിക്കുന്നവനായി. ഓരോ ഗൃഹത്തിലും അവിടത്തെ വെവ്വേറെയായി കണ്ട് നാരദൻ വിസ്മയിച്ചു. അവിടുന്ന് എല്ലാ ഭാര്യമാരിലും 10 കുട്ടികളെ വീതം ജനിപ്പിച്ചു. അപ്രകാരമുള്ള അല്ലയോ ഗുരുവായൂരപ്പ, അവിടുന്ന് അടിയനെ രക്ഷിക്കണമേ. അതിനുശേഷം കൽപ്പവൃക്ഷത്തെയും കൊണ്ട് സത്യഭാമയോടൊപ്പം തന്റെ ഭവനത്തിലെത്തുകയും അവിടെയുള്ള 16,000 സ്ത്രീകളെയും ഭാര്യമാരായി സ്വീകരിക്കുക. അതായത് നരകാസുരനിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നതാണല്ലോ. അപ്പം അവർക്കൊരു അപമാനം ഉണ്ടായി. ഇങ്ങനൊരു നരകാസുരനെ ഇങ്ങനെ കൊണ്ടുപോയതാണെന്നുള്ളൊരു അപമാനം ഉണ്ടായപ്പോൾ അവരെ ആരും വിവാഹം കഴിച്ച് സംരക്ഷിക്കാനില്ല. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യണം, അവരെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് ഈ 16,008 ഭാര്യമാരെടുത്തും ഓരോ കൃഷ്ണനായിട്ടാണ്, ഓരോ ഭഗവാന്റെ രൂപങ്ങളായിട്ടാണ് അവരുടെ കൂടെ നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഭഗവാൻ ഇത് കണ്ടിട്ടാണ് നാരദ മുനി അതിൽ അതിശയപ്പെടണം. ഈ ഒരു കഥ ഞാൻ മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പൊ നാരദമുനി വരുമ്പോഴത്തേക്കോ ഓരോരുത്തരടുത്ത് ഓരോ ശ്രീകൃഷ്ണനാണ്. ഇപ്പൊ സത്യഭാമ ദേവിയുടെ അടുത്തൊരു ശ്രീകൃഷ്ണ ഭഗവാനാണ്, അതുപോലെ ജാമ്പവതി ദേവിയുടെ അടുത്തൊരു ശ്രീകൃഷ്ണ ഭഗവാനാണ്, അതുപോലെ രുക്മിണി ദേവിയുടെ അടുത്ത് ഒരാള്, അങ്ങനെ ഭദ്രയുടെ അടുത്ത് ഒരാള്, മിത്രവിന്ദയുടെ അടുത്ത് ഒരാൾ, അങ്ങനെ ഓരോ ദേവിമാരുടെ അടുത്ത് ഓരോരുത്തരാണ്. അതുപോലെ ഈ 16,000 ഭാര്യമാരുടെ അടുത്ത് ഓരോരോ കൃഷ്ണന്മാരാണ്, ശ്രീകൃഷ്ണന്മാരാണ്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ദശകം 82 ബാണയുദ്ധവും നൃഗമോക്ഷവും. അടുത്തത് ഇതാണ്. പ്രദ്യുമ്നോ രുഗ്മിണേയഃ സകലു തവ കലാശംഭേരാണാഹൃതസ്ഥം
ഹത്വാരത്യാ സഹാപ്തോ നിജപുരമഹരത് രുക്മിണ്യാം ന ച ധന്യാം തത്പുത്രോ വനാരിദ്ധോ അനിരുദ്ധോ ഗുണനിധിരാവഹത് ശ്രോദ്രാം രുക്മിണീ പൗത്രീം തത്രോദ്വാഹേ ഗതസ്ത്വം നൃപതി മുസലിനാ രുക്മിണ്യാഭിദ്യൂതവൈരാത്. അവിടുത്തെ അംശമായ രുക്മിണിയിൽ ജയിച്ച പുത്രനായ പ്രദ്യുമ്നനെ ശംബരാസുരൻ തട്ടിക്കൊണ്ടുപോയി. പിന്നീട് ശംബരാസുരനെ വധിച്ചിട്ട് രതീദേവി സമേതനായി പ്രദ്യുമ്നൻ ദ്വാരകയിൽ എത്തിച്ചേർന്നു. പിന്നീട് രുക്മിണി സഹോദരനായ രുക്മിയുടെ മകളായ രുക്മവതിയെ പ്രദ്യുമ്നൻ അപഹരിച്ചു. പ്രദ്യുമ്ന പുത്രനും ഗുണവാനുമായ അനിരുദ്ധൻ രുക്മിയുടെ പൗത്രിയായ രോചനയെ വിവാഹം കഴിച്ചു. അവിടുന്ന് പണ്ടു കൊണ്ട ആ വിവാഹാഘോഷത്തിൽ ചൂതുകളിയിലുണ്ടായ വിരോധം നിമിത്തമായി ബലരാമനാൽ രുക്മി കൊല്ലപ്പെട്ടു. അങ്ങനെ രുക്മി എന്ന് പറയുന്ന ഒരു ദുഷ്ടനാണല്ലോ. രുക്മിണീനെ മുമ്പ് കല്യാണം കഴിച്ചു കൊടുക്കുക. അപ്പം രുക്മിണീനെ കല്യാണം കഴിച്ചു കൊടുക്കുക. അപ്പം ഈ പ്രദ്യുമ്നൻ എന്ന് പറഞ്ഞാൽ പ്രദ്യുമ്നൻ ഭഗവാന്റെ പുത്രനാണ്. അപ്പം അവിടുത്തെ അംശമായ രുക്മിണിയിൽ ജനിച്ച പുത്രനാണ് പ്രദ്യുമ്നൻ എന്ന് പറയുന്നത്. ഈ പ്രദ്യുമ്നൻ എന്ന് പറയുന്നത് പ്രദ്യുമ്നനെ ശംബരാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ തട്ടിക്കൊണ്ടു പോവുകയാണ്. അപ്പൊ പിന്നീട് ശംബരാസുരനെ ഭഗവാൻ വധിക്കുകയും എന്നിട്ട് രതീദേവിനെയാണ് പ്രദ്യുമ്നൻ വിവാഹം കഴിക്കുന്നത്. രതീദേവി സമേതനായി പ്രദ്യുമ്നൻ ദ്വാരകയിലെത്തി. അതായത് രതീദേവിയുടെ അംശമായിട്ടുള്ള ദേവീനെയാണ് പ്രദ്യുമ്നൻ കല്യാണം കഴിക്കുന്നത്. അങ്ങനെ വിവാഹം കഴിച്ചിട്ട് പ്രദ്യുമ്നൻ ദ്വാരകയിൽ എത്തിച്ചേരുകയാണ്. പിന്നീട് രുക്മിണി സഹോദരനായ രുക്മിയുടെ മകളായ രുക്മവതിയെ പ്രദ്യുമ്നൻ അപഹരിച്ചു. അതിനുശേഷം രുക്മിണിയുടെ സഹോദരി രുക്മിയുടെ സഹോദരനായ രുക്മവതിയെ പ്രദ്യുമ്നൻ അപഹരിക്കുകയും പ്രദ്യുമ്ന പുത്രനും ഗുണവാനുമായ അനിരുദ്ധൻ പ്രദ്യുമ്നന്റെ പുത്രനായ അനിരുദ്ധനെ കൊണ്ട് രുക്മിയുടെ പൗത്രിയായ രോചനയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. അവിടുന്ന് പങ്കുകൊണ്ട ആ വിവാഹഘോഷത്തിൽ ചൂതുകളിയിലുണ്ടായ വിരോധം നിമിത്തമായി ബലരാമൻ രുക്മിയെ കൊല്ലും. അങ്ങനെ ഒരു ചൂതുകളി ഉണ്ടാവുകയും ചൂതുകളിയിൽ കുറച്ച് തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ തർക്കത്തില് രുക്മിനെ ബലരാമൻ വധിക്കുകയാണ്. ബാണസ്യാസാ ബലിസുതസ്യ സഹസ്രബാഹോർ മഹേശ്വരസ്യ മഹിതാ ദുഹിതാ കിലോഷാഹ ത്വത്പൗത്രമേനമനിരുദ്ധമൃദ്ദിഷ്ട്രപൂർവം സ്വപ്നേനുഭൂയ ഭഗവൻ വിരഹാദുരാഭൂത്. മഹാബലി പുത്രനും 1000 കൈകളുള്ളവനും ശിവഭക്തനുമായ ബാണന്റെ മകളും പുണ്യവതിയുമായ ഉഷ അവിടുത്തെ പൗത്രനും അവൾ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്തവനുമായ അനിരുദ്ധനെ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ തന്നെ വിട്ടുപിരിഞ്ഞ അനിരുദ്ധനോടുള്ള പ്രണയത്താൽ അവൾ വിരഹാതുരയായി. അപ്പം അനിരുദ്ധനെ ആരാണ് സ്നേഹിക്കുന്നത്? ഉഷ എന്ന് പറയുന്ന ഒരു ദേവസ്ത്രീയാണ്. ഉഷ എന്ന് പറയുന്ന ദേവിയാണ്. അത് മഹാബലി പുത്രനും 1000 കൈകളുള്ളവനും ശിവഭക്തനുമായ ബാണന്റെ മകളായിരുന്നു പുണ്യവതിയായ ഉഷ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഉഷ സ്നേഹിക്കുന്നതെന്ന് പറയുന്നത് ആരെയാണ്? അനിരുദ്ധനെയാണ്. അനിരുദ്ധനോടുള്ള പ്രണയത്താൽ അവൾ വിരഹാതുരയായി. അപ്പൊ ഇവിടെ ആരായിരുന്നു അനിരുദ്ധൻ? അനിരുദ്ധൻ എന്ന് പറഞ്ഞാൽ പ്രദ്യുമ്നന്റെ പുത്രനാണ് കേട്ടോ. യോഗിന്യാതീവ കുശലാ ഖലു ചിത്രലേഖാ തസ്യാഹ സഖി വിലിഖി തരുണാനശേഷാൻഹ തത്രാനിരുദ്ധമുഷയാ വിദിതം നിശായാ മാനേഷ്ടയോഗബലദോ ഭവദോ നികേതാത്. ഉഷയുടെ തോഴിയും യോഗവിദ്യയിൽ നിപുണനും സാമർഥ്യമുള്ളവളുമായ ചിത്രലേഖ വരച്ചു കാണിച്ച് യുവാക്കളുടെ ചിത്രങ്ങളിൽ നിന്ന് ഉഷ അനിരുദ്ധനെ തിരിച്ചറിഞ്ഞു. രാത്രിയിൽ ചിത്രലേഖ അനിരുദ്ധനെ യോഗവിദ്യയാൽ ഉഷയുടെ അന്തഃപുരത്തിലെത്തിച്ചു. അങ്ങനെ ഉഷയുടെ തോഴിയും യോഗവിദ്യയിലെല്ലാം നിപുണയുമായിട്ടുള്ള സാമർഥ്യമുള്ള ചിത്രലേഖ ഇങ്ങനെ ഓരോ ചിത്രങ്ങൾ വരച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ആ ചിത്രങ്ങൾ വരച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ അതിൽ അനിരുദ്ധന്റെ ചിത്രം വരയ്ക്കുമ്പോൾ ആ ഉഷയ്ക്ക് അത് മനസ്സിലാവുകയും അങ്ങനെ ഇതാണ് ആളെന്ന് കാണിച്ചു കൊടുക്കുകയും അങ്ങനെ ഉഷയല്ല ചിത്രലേഖ എന്ത് ചെയ്യുകയാണ്? ചിത്രലേഖയുടെ ആ ഒരു യോഗവിദ്യയില് ഉഷയുടെ അന്തഃപുരത്തിലേക്ക് ഈ അനിരുദ്ധനെ എത്തിക്കുകയാണ്. കന്യാപുരേ ദയിതയാ സുകുമാരമന്ദം ചൈനം കദഞ്ജന ബബന്ധുഷീ ശർവബന്ധൗഹ ശ്രീനാരദോക്ത ദുരന്തരോക്ഷൈസ്ത്വം തസ്യ ശ്രോണിതപുരം യദുഭിർനിരുദ്ധഃ. അന്തഃപുരത്തിൽ ഉഷയോടൊപ്പം ഉല്ലസിച്ചിരുന്ന അനിരുദ്ധനെ ബാണാസുരൻ സാഹസപ്പെട്ട് ബന്ധനസ്ഥനാക്കി. ഈ വിവരം നാരദനിൽ നിന്നറിഞ്ഞ് അവിടുന്ന് കോപാകുലനായി സൈന്യത്തോടൊപ്പം അവന്റെ നഗരമായ ശോണിതപുരത്തെ വളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യണം? അന്തഃപുരത്തില് ഉഷയോടൊപ്പം ഇങ്ങനെ ഉല്ലാസിച്ചിരുന്ന അനിരുദ്ധനെ ബാണാസുരൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എവിടെ എത്തുകയാണ്?
സൈന്യത്തോടൊപ്പം ശോണിതപുരത്തെ നഗരമായ ശോണിതപുരത്തെ വളയുകയാണ്. പുരീ ബാലശൈലപ്രിയ ദുഹൃത്യനാദോഹസ്യ ഭഗവാൻ സമം ഭൂതവ്രൈതർയദുബലശങ്കം നിരുരുദേഹ മഹാപ്രാണോ ബാണോ ചടിതി യുയുധായേന യുയുധേ ഗുഹാ പ്രദ്യുമ്നേന ത്വമപി പുരഹന്ത്രാ ജഗടിഷേ. ഭക്തനായ ബാണാസുരന്റെ നഗരത്തെ രക്ഷിക്കുവാനായ പരമശിവൻ തന്റെ ഭൂതഗണങ്ങൾക്കൊപ്പം യാദവ സൈന്യത്തെ തടഞ്ഞു. ബാണാസുരൻ സാത്വികയെയും സുബ്രഹ്മണ്യൻ പ്രദ്യുമ്നെയും പരമശിവൻ അവിടത്തെയും നേരിട്ട് യുദ്ധം തുടങ്ങി. അങ്ങനെ പരമശിവൻ അവിടെ തടയുകയാണ്. ആരെയാണ് തടയുന്നത്? ബാണാസുരന്റെ നഗരത്തെ രക്ഷിക്കാനായി പരമശിവൻ തന്റെ ഭൂതഗണങ്ങൾക്കൊപ്പം യാദവ സൈന്യത്തെയാണ് തടയുന്നത്. അങ്ങനെ ബാണാസുരൻ സാത്വികയെയും സുബ്രഹ്മണ്യൻ പ്രദ്യുമ്നെയും പരമശിവൻ അവിടത്തെയും നേരിട്ട് യുദ്ധം തുടങ്ങി. അങ്ങനെ ഇവർ തമ്മിലൊരു പരസ്പര യുദ്ധം നടക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന ആരായിരുന്നു? ബാണാസുരൻ എന്ന് പറയുന്ന ഒരു വരം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പരമശിവനിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഈ ബാണാസുരന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ പരമശിവനും സുബ്രഹ്മണ്യനും. അങ്ങനെ അവിടെ യുദ്ധം നടക്കുകയാണ്. ഭയങ്കര ഘോരമായിട്ടുള്ള യുദ്ധമാണ് നടക്കുന്നത്. നിരുദ്ധാശേഷാസ്ത്രേ മുമുഹുഷി തവാസ്ത്രേണ ഗിരിശേ ധൃതാഭൂതാഭിതാഹ പ്രമദകുലവീരഃ പ്രമദിതാഹ പരാസ്കന്ദസ്കന്ദഃ കുസുമക്ഷരബാണൈച സചിവഃ സകുംഭാണ്ഡോ ഭാണ്ഡം നവമിവ ബലേനാശുഭിഫിതേ. പരമശിവൻ തൊടുത്ത അസ്ത്രങ്ങളെയെല്ലാം അവിടെ നിന്ന് തടഞ്ഞു. അവിടുത്തെ അസ്ത്രങ്ങളാൽ ശിവൻ മോഹാലസ്യപ്പെട്ട അവസ്ഥയിലായി. അതോടെ യുദ്ധത്തിന് വന്ന ഭൂതങ്ങളും പ്രഥമ ഗണങ്ങളുമെല്ലാം ഓടി രക്ഷപ്പെട്ടു. പ്രദ്യുമ്നന്റെ ശരമാരിയിൽപ്പെട്ട സുബ്രഹ്മണ്യൻ പിന്തിരിഞ്ഞു. ബാണന്റെ മന്ത്രിയായ കുംഭാണ്ഡനെ ബലരാമൻ പുതിയ കലമെന്ന പോലെ അപ്പോൾ തന്നെ ഉടച്ചു കളഞ്ഞു. അങ്ങനെ എന്താ ചെയ്യുക? ഇങ്ങനെ ഒരു വരം വാങ്ങി. ഇതാണ് ഞാൻ പറയുന്നത്. അതായത് ശിവഭഗവാൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരം കൊടുക്കുന്ന ആളാണ്. തപസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ദുഷ്ടനാണോ അങ്ങനെ അസുരനാണോ എന്നൊന്നും നോക്കൂല. അപ്പൊ അസുരന്മാരെല്ലാം കൂടുതലായിട്ടും വരം ചോദിച്ചു വാങ്ങുന്നത് പരമശിവനിൽ നിന്നാണ്. അങ്ങനെ വരം കൊടുത്തത് കൊണ്ട് തന്നെയാണ് ഭഗവാന് പരമശിവനെ ഇവരെ എതിർക്കേണ്ടി വരുന്നത്. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യുകയാണ്? അങ്ങനെ യുദ്ധം ഭയങ്കരമായിട്ട് മുറുകുകയും അവസാനം ആ സൈന്യത്തെ എല്ലാം പരമശിവന്റെ ഭൂതഗണങ്ങളെയും സൈന്യത്തെയും എല്ലാം തോൽപ്പിക്കുകയാണ് ഭഗവാൻ. അതിനുശേഷം എന്ത് ചെയ്യുകയാണ്? ബലരാമൻ കലമെന്ന പോലെ അപ്പോൾ തന്നെ ആരെ ഉടച്ചു കളയുകയാണ്? കുംഭാണ്ഡൻ എന്ന് പറഞ്ഞൊരു അസുരനെ ഉടച്ചു കളയുകയാണ്. അപ്പൊ അങ്ങനെ ഒരു വലിയ യുദ്ധം നടക്കുന്നുണ്ട് കേട്ടോ. ചാപാനാം പഞ്ചശത്യ പ്രസമമുപഗതേ ചിന്ന ചാപേ വദബാണേ വ്യർത്ഥേ യാതേ സമേതോ ജരപതിശൈനരജി ത്വജ്വരേണഃ ജ്ഞാനീ സ്തുതാദ്വ ദത്വാ തവ ചരിതജുഷാം വിജ്വരം സജ്വരോ ഭഗാത് പ്രായോ വന്ദർജ്ഞാനവന്തോ വപി ച ബഹുതമസാ രൗദ്രശ്രേഷ്ഠാ ഹി രൗദ്രഃ. 500 വില്ലുകൾ കുലച്ചു വന്ന ബാണന്റെ വില്ലുകളെയെല്ലാം അവിടുന്ന് ഛിന്ന ഭിന്നമാക്കി. അപ്പോൾ അവിടെ എത്തിയ ശിവജ്വരത്തെ വിഷ്ണുജ്വരം പെട്ടെന്ന് തപിപ്പിച്ച് ശിവജ്വരത്തിന് ജ്ഞാനമുണർത്തി. അവിടുത്തെ സ്തുതിക്കുന്നവർക്ക് ജ്വരബാധയുണ്ടാവില്ലെന്ന വരത്തെ പ്രദാനം ചെയ്തിട്ട് ശിവജ്വരം മടങ്ങി. അപ്പോൾ വിഷ്ണു ഭഗവാൻ ആ ശിവജ്വരത്തെ തടയുകയാണ്. അപ്പം ഒരിക്കലും ഭഗവാനെ ഭജിക്കുന്നവർക്ക് ഒരിക്കലും ശിവജ്വരത്തിന്റെ ഒരു ഇതുണ്ടാവില്ല എന്നുള്ള ഒരു അനുഗ്രഹം കൂടി പരമശിവൻ അപ്പോൾ കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് മടങ്ങുകയാണ്. അന്തർജ്ഞാനമുള്ളവരാണെങ്കിലും ശിവഗണങ്ങൾ തമോ ഗുണാധിക്യത്തിൽ പൊതുവെ രൗദ്രപ്രകൃതികളാണല്ലോ. അപ്പം ശിവഗണങ്ങൾ എന്ന് പറഞ്ഞ ഭൂതഗണങ്ങളാണ്. അവർക്ക് അന്തർജ്ഞാനം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടി അവർ തമോ ഗുണത്തിൽ പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു രൗദ്ര പ്രകൃതിയാണ്. അതായത് ഒരു സംഹാരമായിട്ടുള്ളതാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു രൗദ്രമായിട്ടുള്ള, അതായത് ഒരു കോപമായിട്ടുള്ള, ദേഷ്യമായിട്ടുള്ള പ്രകൃതിയാണ്. അപ്പൊ നമുക്ക് ചില ആളുകളെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ചിലർ ഭയങ്കരമായിട്ട് കോപിഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവരുടെ മനസ്സെന്ന് പറയുന്നത് വളരെ ലോലമായിരിക്കും. അതുപോലെയുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളൊരു, പക്ഷെ ആ രൗദ്ര പ്രകൃതി എന്ന് പറയുന്ന ഒരു ഇറിറ്റേഷൻ തന്നെയാണ് അല്ലെ, ഒരു ദേഷ്യപ്പെടുമ്പോഴുള്ളൊരു സ്വഭാവം, നമ്മൾ സൗമ്യമായിട്ട് സംസാരിക്കുമ്പോഴൊരു സ്വഭാവം, അത് രണ്ടും രണ്ട് രീതിയാണ്. അപ്പൊ ഇത് രണ്ട് ഇടകലർന്നും വരുന്നുണ്ട് അല്ലേ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ബാണാം നാനയുദോഗ്രം പുനരഭിബദ്ധാം ദർപ്പദോഷാദി തന്വൻ നിർലൂനാശേഷദോഷം സപതി ബുബുദുഷാ ശങ്കരേണോപഗീതഃ തദ്വാചാശിഷ്ടബാഹുദ്വിധാ മുഭയതോ നിർഭയം തത്പ്രിയം തം മുക്ത്വാ തദത്തമാനോ നിജപുരഗമഃ സാനിരുദ്ധഃ സഹോഷഃ
തനിക്ക് 1000 കൈകളുണ്ടെന്നും സംരക്ഷിക്കാൻ പരമശിവനുണ്ടെന്നുമുള്ള അഹങ്കാരം എന്ന ദോഷത്താൽ വീണ്ടും പലതരം ആയുധങ്ങളാൽ ബാണാസുരൻ അവിടത്തെ എതിരിട്ടു. അവിടുന്നാകട്ടെ അവന്റെ അഹങ്കാരത്തിന് ഹേതുവായിട്ടുള്ള എല്ലാ കരങ്ങളെയും ഛേദിച്ചു കളഞ്ഞു. അപ്പോൾ മോഹാലസ്യത്തിൽ നിന്നുണർന്ന് ശിവൻ അവിടത്തെ സ്തുതിച്ചു. ശിവന്റെ പ്രിയ ഭക്തനായ ബാണന് അദ്ദേഹത്തിന്റെ അപേക്ഷ പ്രകാരം ഇരുവശത്തും 2 കൈകൾ വീതം നൽകി അവനെ നിർഭയനാക്കി മോചിപ്പിച്ചു. ബാണനാൽ ബഹുമാനിതനായ അനിരുദ്ധനോടും ഉഷയോടുമൊപ്പം അവിടുന്ന് ദ്വാരകയിലേക്ക് മടങ്ങി. അങ്ങനെ എന്ത് ചെയ്യുകയാണ്, ഇവന് ഈ ബാണാസുരൻ്റെ ഒരു ഇതുണ്ട്, ഭഗവാൻ പരമശിവൻ ഉണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ ബാണാസുരൻ യുദ്ധം ചെയ്യുന്നത്. എന്നാൽ തന്നെയും അവസാനം ബാണാസുരൻ തന്നെ പരാജയപ്പെടുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, ബാണൻ അദ്ദേഹത്തിന്റെ അപേക്ഷ പ്രകാരം കൈകളൊക്കെ ഛേദിക്കപ്പെട്ടു ബാണാസുരന്റെ. പക്ഷെ ബാണാസുരൻ പരമശിവന്റെ ഭക്തനായതുകൊണ്ട് തന്നെ ബാണാസുരൻ പരമശിവനോട് മാപ്പപേക്ഷിക്കുകയും അങ്ങനെ പരമശിവൻ ആ കൈകളൊക്കെ ആ ബാണാസുരന് കൊടുക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം ഭഗവാൻ എന്ത് ചെയ്യണം, ഭഗവാൻ ശ്രീകൃഷ്ണൻ അനിരുദ്ധനെയും ഉഷയെയും കൊണ്ട് അവിടുന്ന് മോചിപ്പിച്ചിട്ട് ദ്വാരകയിലേക്ക് മടങ്ങുകയാണ്. മുഹുസ്താവചക്രം വരുണമജയോ നന്ദഹരണേ യമം ബാലാനീദോ ദവദഹന പാനേ വനിലസഗംഹ വിദിംബലസ്തേയേ ഗിരിശമിഹ ബാണസ്യ സമരേ വിവോ വിശ്വോത്കർഷി തദയമവതാരോ ജയതീത്തേ. അല്ലയോ ഭഗവാനെ, ആ ഇന്ദ്രനെ അവിടുന്ന് പലതവണ ജയിച്ചിട്ടുണ്ട്. നന്ദഗോപുരെ അപഹരിച്ചപ്പോൾ വരുണനെയും ഗുരുപുത്രനെ വീണ്ടെടുക്കാൻ യമപുരിയിൽ എത്തിയപ്പോൾ യമനെയും കാട്ടുതീ പാനം ചെയ്ത് അഗ്നിയെയും ഗോക്കളെ മായയാൽ അപഹരിച്ചപ്പോൾ ബ്രഹ്മാവിനെയും ഈ ബാണാസുര യുദ്ധത്തിൽ പരമേശ്വരനെയും അവിടുന്ന് വിജയിച്ചിരുന്നു. അല്ലയോ വിഫോ, അപ്രകാരമുള്ള അവിടുത്തെ ഈ കൃഷ്ണാവതാരം വിശ്വോത്കർഷമായി വിളങ്ങുന്നു. അങ്ങനെ എന്ത് ചെയ്യണം, ഭഗവാനെ വിജയിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, എത്ര വലിയ വേറെ ഏത് ഭക്തിയിലുള്ളവരാണെങ്കിലും ഭഗവാന്റെ ഭക്തരാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ ഭക്തരായിട്ടുള്ളവർക്ക് ഒരിക്കലും ഒരു ഇത് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അത് ചിലപ്പോൾ മാറുന്നതായിരിക്കും. അവർക്ക് ആ ഒരു സമാധാനം ഭഗവാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഭഗവാൻ ജയിച്ചിട്ടുണ്ട്. പരമശിവനെ ജയിച്ചിട്ടുണ്ട്, അതുപോലെ ബ്രഹ്മാവിനെ ജയിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. മായയെ ജയിച്ചിട്ടുണ്ട്. പിന്നെ ഗോക്കളെ അപഹരിച്ചുകൊണ്ട് ഇന്ദ്രൻ പോയപ്പോൾ ആ ഇന്ദ്രദേവനെ ജയിച്ചിട്ടുണ്ട്. അങ്ങനെ ഭഗവാൻ ആരെയാണ് ജയിക്കാത്തത് അല്ലേ? ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാവരെയും തന്നെ ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ശിവഭഗവാൻ പോലും പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഏറ്റവും ഉയർന്ന ഭഗവാൻ എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ഭഗവാന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദിജരുഷാ കൃകലാസവപുർദനം നൃഗനൃപം ത്രിദിവാലമാപയൻ നിജ്ജനെ ദ്വിജഭക്തിമനുത്തമാമുപദീശൻ പവനേശ്വര പാഹിമാം. ബ്രാഹ്മണ ശാപം നിമിത്തമായ ഓന്തിന്റെ രൂപത്തിലായ നൃഗൻ എന്ന രാജാവിന് സ്വർഗപ്രാപ്തി നൽകിക്കൊണ്ട് തന്റെ ഭക്തന്മാർക്ക് ബ്രാഹ്മണ ഭക്തിയുടെ മഹാത്മ്യത്തെ അവിടുന്ന് ഉപദേശിച്ചു. അപ്രകാരമുള്ള അല്ലയോ ഗുരുവായൂരപ്പ, അവിടുന്ന് അടിയനെ രക്ഷിക്കണമേ. അപ്പൊ ഇവിടെയും ഭഗവാൻ ആരുടെ ബ്രാഹ്മണ ഭക്തിയുടെ മഹത്വമാണ് അവിടെ ഉപദേശിക്കുന്നത്. അപ്പൊ സാധുക്കളെ ബ്രാഹ്മണരെ ദ്രോഹിക്കാതിരിക്കുക എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ ഉപദേശിച്ചു കൊടുക്കുന്നത്. ഭഗവാൻ ഇവിടെ പറയുന്നത്, ബ്രാഹ്മണ ശാപം നിമിത്തമായി ഓന്തിന്റെ രൂപത്തിലായ നൃഗൻ എന്ന രാജാവിന് സ്വർഗപ്രാപ്തി നൽകിക്കൊണ്ടാണ് തന്റെ ഭക്തന്മാർക്ക് ബ്രാഹ്മണ ഭക്തിയുടെ മഹാത്മ്യത്തെ കുറിച്ച് അവിടുന്ന് ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പൊ ബ്രാഹ്മണ ഭക്തി എന്ന് പറയുന്നതാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള ഭക്തി. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്, ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ബ്രാഹ്മണര്, സാധുക്കള്. അവരെ ഒരിക്കലും ദ്രോഹിക്കാതിരിക്കുക, ഒന്നും പറയാതിരിക്കുക എന്നുള്ളതാണ് ആ ബ്രാഹ്മണ ഭക്തി. ആ ബ്രാഹ്മണരുടെ ഭക്തി എത്ര ഉന്നതമാണെന്നുള്ളത് ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്രകാരമുള്ള അല്ലയോ ഗുരുവായൂരപ്പ, അവിടുന്ന് അടിയനെ രക്ഷിക്കണമേ എന്ന് പറയുകയാണ്. ഇനി ദശകം 83 പ്രൗണ്ഡ്രക വിവിധ വധം. രാമേ വദ ഗോകുലഗതേ പ്രമാദ പ്രസക്തി ഹൂതാനുപേദയമുനാമനേ മദാണ്ഡേ സ്വൈരം സമാരമതി സേവകവാധമൂഢോ ദൂതം നിയുക്ത തവ പ്രൗണ്ഡ്രക വാസുദേവഃ. അനന്തരം ബലരാമൻ ഗോകുലത്തിൽ പോയി ഗോപികമാരുമായി ലീലകൾ ആടിക്കഴിയവേ ഒരു ദിവസം മതോത്തമനായി വിളിച്ചപ്പോൾ വരാതിരുന്ന യമുനാദേവിയെ അടക്കി സുഖമായി കഴിഞ്ഞു വരവേ പ്രൗണ്ഡ്രക വാസുദേവൻ എന്ന മൂഢനായ രാജാവ് സേവകന്മാരുടെ വാക്കുകൾ വിശ്വസിച്ച് അവിടത്തെ അടുക്കലേക്ക് ദൂതനെ അയച്ചു.
അങ്ങനെ ബലരാമൻ ഗോകുലത്തിൽ പോയി ഗോപികമാരുമായിട്ടൊക്കെ ലീലകളാടി കഴിയുകയാണ്. ആ സമയത്ത് ഒരു ദിവസം മതോന്മത്തനായി വിളിച്ചപ്പോൾ വരാതിരുന്ന യമുന ദേവിയെ അടക്കിയിട്ട് എന്ത് ചെയ്യുകയാണ്, പൗണ്ഡ്രക വാസുദേവൻ എന്ന മൂഢനായ രാജാവ് സേവകന്മാരുടെ വാക്കുകൾ കേട്ട് വിശ്വസിച്ച് ഭഗവാന്റെ അടുത്തേക്ക് ദൂതരെ അയക്കുകയാണ്. താരായണോ ഹമതീർണ ഹിഹാംസ്തി ഭൂമൗ ദൽസേ കില ത്വമഭി മാമലക്ഷണാനീഹ ഉത്സൃജ്യതാനി ശരണം വ്രജമാമിതി ത്വാം ദൂതോ ജഗാദ സകലൈർഹസിതഃ സഫായാം ഹ. ഭൂമിയിൽ അവതരിച്ചിരിക്കുന്ന നാരായണൻ യഥാർത്ഥത്തിൽ ഞാനാണ്. നീയും എൻ്റെ അടയാളങ്ങളെ ധരിച്ചിരിക്കുന്നതായി ഞാൻ അറിയുന്നു. ഈ അടയാളങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് എന്നെ ശരണം പ്രാപിക്കുക എന്നിങ്ങനെ അവന്റെ സന്ദേശം ദൂതൻ സഭയിൽ അറിയിച്ചപ്പോൾ എല്ലാവരാലും അവൻ പരിഹാസനായി. എന്നിട്ട് ഈ ദുഷ്ടനായ പ്രൗഢകൻ പറയുകയാണ്, ഞാൻ തന്നെയാണ് നാരായണൻ, എന്നെ വധിക്കാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ ദൂതന്മാരുടെ കയ്യിൽ ഭഗവാന്റെ അടുത്തേക്ക് ദൂത് അയക്കുകയാണ്. അപ്പം ഇതെല്ലാം കേട്ടിട്ട് എന്ത് ചെയ്യുകയാണ്, ആ പുരവാസികളെല്ലാം അവന്റെ ഇത് കേട്ടിട്ട് അവനെ പരിഹസിക്കുകയാണ്, ആ പ്രൗഢകനെ പരിഹസിക്കുകയാണ്. എന്നുവെച്ചാൽ ഭഗവാന്റെ അതേപോലുള്ള വേഷഭൂഷാദികളും ഭഗവാനെ പോലത്തുള്ള സംഭാഷണങ്ങളും ഭഗവാനെ പോലത്തെയുള്ള ഇതൊക്കെ നടപ്പും കാര്യങ്ങളും ഒക്കെയാണ് ഈ പ്രൗഢകനുള്ളത്. പ്രൗഢകൻ എന്നാൽ ഭഗവാനാകുമോ? ഒരിക്കലും ഇല്ല. അപ്പം ഈ ഭഗവാനെ ഇതാക്കിക്കൊണ്ട് അങ്ങനെ ഒരു ഇത് അവിടെ അയക്കുകയാണ്. ദൂദേവദ യാദവദേ യാദവ സൈനികസ്ത്വം യാദോ ദദർശിതവപൂഹ കില പൗണ്ഡ്രികീയം ഹ താപേന വക്ഷസി കൃതാംഗമനൽപ്യ മൂല്യ ശ്രീകൗസ്തുഭം മകരകുണ്ടല പീതചേലം. ദൂതൻ പോയി കഴിഞ്ഞപ്പോൾ അവിടുന്ന് യാദവ സൈന്യത്തോടൊപ്പം അവൻ അടുത്തേക്ക് പോയി. നെഞ്ചിൽ തീപൊള്ളിച്ചുണ്ടാക്കിയ ശ്രീവത്സം എന്ന മറുകുള്ളതും വിലപിടിച്ച് കൗസ്തുഭരത്നവും മകരകുണ്ടലങ്ങളും അണിഞ്ഞതും പീതാംബര പട്ടുടുത്തതുമായ പ്രൗഢക വാസുദേവന്റെ ശരീരം അവിടുന്ന് കണ്ടു. അങ്ങനെ ഭഗവാനെ പോലെ അതേപോലെയുള്ള വേഷഭൂഷാദികളൊക്കെ ധരിച്ച ആ പ്രൗഢക വാസുദേവനെ ഭഗവാൻ കാണുകയാണ്. കാളായ സംനിജ സുദർശനമസ്യതോസ്യ കാലാനലോൽകരണകിരേണ സുദർശനേന ശീർഷം ച കീർത്തിത മമർദിത ചാസ്യ സേനാം തന്മത്രേ കാശി പശിതോഹ ചകിർദകാശ്യാം. കാരിരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സുദർശന ചക്രത്തെ അവൻ അവിടുത്തെ നേർക്ക് പ്രയോഗിച്ചപ്പോൾ അവന്റെ ശിരസിനെ അവിടുന്ന് പ്രളയാഗ്നി ജ്വാലകളെ പ്രസരിപ്പിക്കുന്ന സുദർശന ചക്രത്താൽ ഛേദിച്ചു. അവന്റെ സേനയെ നാനാവിധമാക്കി തകർത്തു. അവന്റെ സുഹൃത്തായ കാശി രാജാവിന്റെ തല മുറിച്ച് കാശിയിൽ വീഴ്ത്തി. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്യുകയാണ്, ആ ദുഷ്ടനായ പ്രൗഢകന്റെ ശിരസ് അറക്കുകയാണ്. അതിനുശേഷം അവന്റെ സുഹൃത്തായിരുന്ന കാശി രാജാവിന്റെ തലയും മുറിച്ച് കാശിയിൽ വീഴ്ത്തുകയാണ്. അപ്പൊ ഇതാണ് ഭഗവാന് തുല്യം ഭഗവാൻ മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും ഭഗവാനാവാൻ കഴിയില്ല, ഭഗവാനെ അനുകരിക്കാനും കഴിയില്ല. ഭഗവാന്റെ ആ ശ്രീവത്സം, ഭഗവാന്റെ ചക്രം, സുദർശനം ഇതെല്ലാം ഭഗവാന് മാത്രമാണ് സ്വന്തമായിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാൻ എന്ത് ചെയ്യണേ, ഇങ്ങനെ കപട വേഷധാരിയായിട്ട് വന്ന ആ പൗണ്ഡ്രകൻ എന്ന് പറയുന്ന ദുഷ്ടനെ ഭഗവാൻ വധിക്കുകയാണ്. തന്റെ സുദർശന ചക്രം കൊണ്ട് ആ പ്രൗഢകനെ വധിക്കുകയാണ്. അതിനുശേഷം പ്രൗഢകന്റെ സുഹൃത്തായിട്ടുള്ള കാശി രാജാവിനെയും ഭഗവാൻ വധിക്കുകയാണ്. ജാലേന ബാലകഗിരാഭി കിലാഹമേവാ ശ്രീവാസുദേവ ഇതി രൂഢമതിശ്ചിരം സഹ സായുജ്യമേവ ഭവദൈക്യദിയാഗതോഭൂത് കോ നാമ കസ്യ സുഹൃതം കഥമിത്യവേയാത്. ബുദ്ധിമാന്ദ്യം കൊണ്ടും ബുദ്ധി വികസിക്കാത്തവരുടെ വാക്കുകൾ കേട്ടും താൻ തന്നെയാണ് യഥാർത്ഥ വാസുദേവൻ എന്ന് കരുതി വളരെ കാലമായി കഴിഞ്ഞു വന്ന പ്രൗഢകൻ അവിടുന്ന് താനും ഒന്നാണെന്ന ഐക്യം വച്ച് പുലർത്തിയിരുന്നതിനാൽ മോക്ഷത്തെ പ്രാപിച്ചു. ആരുടെ സുഹൃതം ഏതു വിധമാണെന്ന് ആർക്കറിയാം. അങ്ങനെ പ്രൗഢകൻ തന്നെയാണ് ഭഗവാൻ എന്നുള്ള ആ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ ആ പ്രൗഢകനും എന്ത് ചെയ്യുകയാണ്, ഭഗവാൻ മോക്ഷം കൊടുക്കുകയാണ്. വധിച്ച് ആ പ്രൗഢകനും മോക്ഷത്തെ പ്രാപിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ മോക്ഷത്തെ ഏതു വിധമാണ് പ്രാപിക്കുന്നതെന്നുള്ളത് ആർക്കറിയാം എന്നാണ് ഇവിടെ പറയുന്നത്. കാശീശ്വരസ്യ തനയോ വദ സുദക്ഷിണാഖ്യഃ സർവം പ്രപൂജ്യ ഭവദേ വിഫിതാഭിചാരഃ കൃത്യാനലം കിമപി ബാണരതാതിർഭീതിർഭൂതൈഃ കഥഞ്ജന വൃത്തൈഃ സമഭമ്യഭൂജത്. പിന്നീട് പ്രൗഢക വാസുദേവനോടൊപ്പം അവിടുന്ന് വധിച്ച കാശിരാജാവിന്റെ പുത്രനായ സുദക്ഷിണൻ ശിവനെ പൂജിച്ചുകൊണ്ട് അവിടത്തേക്കെതിരെ ആഭിചാര കർമ്മങ്ങളെ ചെയ്ത് കൃത്യ എന്ന് പേരുള്ള ഒരു മൂർത്തിയെ സൃഷ്ടിച്ചു. എന്നിട്ട് മുമ്പ് ബാണയുദ്ധത്തിൽ അവിടത്തെ ഭയപ്പെട്ട് ഓടിക്കളഞ്ഞ ഭൂതഗണങ്ങളെ എങ്ങനെയോ വശത്താക്കി അവരോടൊപ്പം അവിടത്തെ നേർക്കു പറഞ്ഞു വിട്ടു. എന്നിട്ട് ഭഗവാന്റെ നേർക്ക് ഭഗവാനെതിരെ എന്ത് ചെയ്യണം, ആഭിചാരമൊക്കെ പ്രയോഗിക്കുകയാണ്. അങ്ങനെ ഭഗവാനെതിരെ ആഭിചാരങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും പറയുന്നുണ്ട്. ഇങ്ങനെ ഉണ്ട് ചിലരൊക്കെ പലതരത്തിലുള്ള ആഭിചാരങ്ങളൊക്കെ ചെയ്തിട്ട് പാവങ്ങളെ ദ്രോഹിക്കുക, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്.
അങ്ങനെയുള്ള ഈ കാശിരാജാവിന്റെ പുത്രനായ സുദർശനൻ എന്ത് ചെയ്യാണ്, ശിവനെ പൂജിച്ചുകൊണ്ട് അവിടത്തേക്കെതിരെ കുറെ ആഭിചാര കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെയുള്ള കുറെ ദുഷ്ടമൂർത്തികളെയൊക്കെ ഭഗവാന്റെ അടുത്തേക്ക് അയക്കുകയാണ്. താലപ്രമാണ ശരണാമഖിലം ദഹന്തീം കൃത്യാം വിലോക്യ ചകിതൈഹ കദിതോഹ വിപുരൈഹ ദ്യൂതോത്സവേ കിമപി നോ ചലിതോ വിഫോത്വം പാർശ്വസ്തമാസ്തു മാശു വിസസർജിത കാലചക്രം. പന പോലെ നീണ്ടുതടിച്ച കാലുകളുള്ളതും എല്ലാം ദഹിപ്പിച്ചു ഭസ്മമാക്കാൻ പോകുന്നതുമായ അഗ്നിരൂപിണിയായ കൃത്യ എന്ന പിശാചിയെ കണ്ട് ജനങ്ങൾ ഭയവിഹുലായി. അവർ ഭയത്തോടെ അവിടത്തെ ശരണം പ്രാപിച്ചപ്പോൾ ചൂതുകളിയിൽ മുഴുകിയിരുന്ന രസത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാകാതെ അവിടുന്ന് സുദർശന ചക്രത്തെ കൃതയെ നേരിടാൻ അയച്ചു. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്, പന പോലെ നീണ്ടു തടിച്ച കാലുകളുള്ളതും എല്ലാം ദഹിപ്പിച്ച് ഭസ്മമാക്കാൻ പോകുന്നതുമായ അഗ്നിരൂപിണിയായ ഒരു കൃത്യ എന്ന പിശാചിനെയാണ് അയക്കുന്നത് കാശിരാജാന്റെ പുത്രൻ. അപ്പം ഈ കൃത്യ എന്നുള്ള പിശാചിനെ അയക്കുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുകയാണ്, ഭഗവാന്റെ അടുത്തേക്ക് എല്ലാവരും ഓടി വരുമ്പോഴത്തേക്ക് ഭഗവാൻ എന്ത് ചെയ്യുകയാണ്, തന്റെ സുദർശന ചക്രത്തിൽ ഉപയോഗിച്ചിട്ട് ഈ കൃതിയെ നേരിടാനായിട്ട് അയക്കുകയാണ്. ആഹ്വ്യാപതത്യമിതമദാംനി പവന്മാഹസ്ത്രേ ഹാഹേതി വിദ്രുവതി ഖലു ഘോരകൃത്യഃ രോഷാ സുദക്ഷിണമദക്ഷിണ ചേഷ്ടിതം തം പുപ്ലോഷ ചക്രമപി കാശിപുരീമദാശീത്. വർദ്ധിതമായ തേജസ്സോടെ സുദർശന ചക്രം പാഞ്ഞു വരുന്നത് കണ്ട് ഭയന്നുപോയ കൃത്യ അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ട് തിരികെ ചെന്ന് തന്നെ അനുചിതമായി ഈ പ്രവൃത്തിക്ക് നിയോഗിച്ച ആ സുദർശനനെ കോപാഗ്നിയിൽ ദഹിപ്പിച്ചു കളഞ്ഞു. പിന്നാലെ എത്തിയ സുദർശന ചക്രമാകട്ടെ കാശി നഗരത്തെയും ദഹിപ്പിച്ചു കളഞ്ഞു. അപ്പം വർദ്ധിതമായ തേജസ്സോടെ സുദർശന ചക്രം പാഞ്ഞു വരുന്നത് കണ്ട് ഭയന്നുപോയ കൃത്യ അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ട് തിരികെ ചെന്ന് തന്നെ അനുചിതമായി ഈ പ്രവൃത്തിക്ക് നിയോഗിച്ച ആ സുദർശനനെ കോപാഗ്നിയിൽ. അങ്ങനെ ഈ സുദർശനനെ തന്നെ, അതായത് ഈ കാശി പുത്രനെ തന്നെ എന്ത് ചെയ്യുകയാണ്, തിരിച്ചു പോയിട്ട് ആ ദുഷ്ടയായിട്ടുള്ള കൃത്യ കൊന്നുകളയുകയാണ്, ദഹിപ്പിച്ച് കളയുകയാണ്, കോപാഗ്നിയിൽ ദഹിപ്പിച്ച് കളയുകയാണ്. പിന്നാലെ എത്തിയ സുദർശനമാകട്ടെ കാശി നഗരത്തെയും നശിപ്പിക്കുകയാണ്. അതിനുശേഷം പിന്നാലെ എത്തിയ സുദർശന ചക്രം ആകട്ടെ കാശി നഗരത്തെ മൊത്തത്തിൽ നശിപ്പിച്ച് കളയുകയാണ്. സകല വിവിധോ രക്ഷോഘാതേ കൃതോപവികൃത കൃതിഹ പുരാ തവസ്തു കലയാ മൃത്യും പ്രാപ്തും തഥാ കലതാം ഗതഃ നരകസചിവോ ദേശക്ലേശം സൃജൻ നഗരാന്തികേ ചടിതി ഹലിനായുദ്യന്നന്ദാ പപാദ തലാഹതഃ. പണ്ട് രാവണൻ എന്ന രാക്ഷസന്റെ വധത്തിനായി ശ്രീരാമാവതാരമായിരുന്ന അവിടത്തേക്ക് ഉപകാരം ചെയ്തിരുന്ന വിവിധൻ എന്ന വാനരൻ അവിടുത്തെ അംശാവതാരത്താൽ തന്നെ മരണം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദുഷ്ടത ചെയ്യുന്നവനായി തീർന്ന് നരകാസുരന്റെ സജീവനായി മാറി. ജനങ്ങൾക്ക് ശല്യമായ അവനോട് നഗരത്തിന് പുറത്തു വച്ച് ബലരാമൻ നേരിട്ട് ഏറ്റുമുട്ടി. അവിടുത്തെ അംശാവതാരം തന്നെയായ ആ ബലരാമന്റെ കൈകൊണ്ടുള്ള അടിയേറ്റ് അവൻ വീണു മരിച്ചു. അങ്ങനെ പണ്ടൊരു വരം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. രാവണൻ എന്ന രാക്ഷസന്റെ വധത്തിനായിട്ട് ശ്രീരാമാവതാരം എടുത്തിരുന്ന സമയത്ത് ശ്രീരാമന്റെ ആ സമയത്ത് അവിടത്തേക്ക് ഉപകാരം ചെയ്തിരുന്ന വിവിധൻ എന്ന വാനരൻ അവിടുത്തെ അംശാവതാരത്തിൽ, അതായത് അന്ന് ശ്രീരാമന് വേണ്ടിയിട്ട് സേവ ചെയ്തുകൊണ്ടിരുന്ന വിവിധൻ എന്ന് പറയുന്ന ഒരു അസുരനുണ്ട്. ആ അസുരന് ഭഗവാന്റെ കൈകൊണ്ട് തന്നെ മരിക്കണം എന്നുള്ള ഒരു വരം ചോദിച്ചിരുന്നു. അങ്ങനെ ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്, ഭഗവാനിൽ നിന്ന് ആ ഒരു മോക്ഷത്തിന് വേണ്ടിയിട്ട് അവൻ ദുഷ്ടനായിട്ട് മാറുകയാണ്. മനസ്സിലായോ? അതിനു വേണ്ടിയിട്ട് മാത്രം അവൻ ദുഷ്ടനായിട്ട് മാറുകയാണ്. അങ്ങനെ ദുഷ്ടനായിട്ട് മാറിയിട്ട് അവന് എന്ത് ചെയ്യുകയാണ്, അവനെ ബലരാം സ്വാമിയാണ് വധിക്കുന്നത്. സാംബം ഗൗരവ്യപുത്രീ ഹരണ നിയമിതം സാന്ത്വനാർത്തി കരുണാം യാദസ്തുദ്വാക്യരോക്ഷദൃഗാരി നഗരോ മോചയാമാസ രാമഃ തേ ഖാദ്യാം പാണ്ഡവേരൈരവിയതു പൃതനാം നാമുശ്ചസ്ത്വൈ തദാനീം താം ത്വാം ദുർബോധലീലം പവനപുരപതേ താപശാന്തേ നിഷേവേ. ദുര്യോധന്റെ മകളായ ലക്ഷണയെ അപഹരിച്ചതിന് അവിടുത്തെ പുത്രനായ സാമ്പനെ ദുര്യോധനൻ ബന്ധനസ്ഥനാക്കി. കൗരവരെ സാന്ത്വനിപ്പിച്ച് സാമ്പനെ മോചിപ്പിക്കാൻ ബലരാമൻ ചെന്നെങ്കിലും ദുര്യോധനാദികളുടെ അപമാനകരമായ വാക്കുകൾ കേട്ട് കോപിച്ചുകൊണ്ട് ഹസ്തിനപുരത്തെ തന്റെ ഹലായുധം കൊണ്ട് ഇളക്കി മറിക്കാൻ തുടങ്ങിയപ്പോൾ ഭയപ്പെട്ടവരാണെന്ന് തീരുമാനിച്ചുകൊണ്ട് അവിടുന്ന് യാദവ സൈന്യത്തെ അപ്പോൾ ഹസ്തിനപുരത്തേക്ക് അയച്ചില്ല. അപ്രകാരം ആർക്കും അറിയാത്ത ലീലകളോട് കൂടിയ അല്ലയോ ഗുരുവായൂരപ്പ, ദുഃഖശാന്തിക്കായി അവിടത്തെ അടിയൻ ഭജിക്കുന്നു.
അങ്ങനെ ദുര്യോധനന്റെ മകളായ ലക്ഷ്മണനെ അപഹരിച്ചത് അവിടുത്തെ പുത്രനായ സാമ്പനാണല്ലോ. അതുകൊണ്ട് തന്നെ സാമ്പനെ എന്ത് ചെയ്യാണ്, ദുര്യോധനൻ ബന്ധനസ്ഥനാക്കുകയാണ്. അപ്പൊ കൗരവരെ സാന്ത്വനിപ്പിച്ചിട്ട് സാമ്പനെ മോചിപ്പിക്കാൻ വേണ്ടി ബലരാമൻ ചെന്നെങ്കിലും ദുര്യോധനാദികളുടെ വാക്കുകൾ ഒരു എന്താ പറയാ അപമാനകരമായ വാക്കുകളായിരുന്നു. അങ്ങനെയുള്ള അപമാനപരമായ വാക്കുകൾ കേട്ടിട്ട് കോപിച്ചുകൊണ്ട് ഹസ്തിനപുരത്തെ തന്റെ ഹലായുധം കൊണ്ട് ഇളക്കി മറിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പൊ ഹലായുധം കൊണ്ട് ബലരാമ സ്വാമിയുടെ കയ്യിലിരിക്കുന്ന ഹലായുധം ഉണ്ടല്ലോ അതുകൊണ്ടിട്ട് അവിടെയെല്ലാം ഇളക്കി മറിക്കാൻ തുടങ്ങിയപ്പോൾ ഈ കൗരവരെല്ലാം പേടിച്ചു. അങ്ങനെ അവരെന്ത് ചെയ്യുകയാണ്, സാമ്പനെ മോചിപ്പിക്കുകയാണ്. സോമനെ മോചിപ്പിച്ചിട്ട് ആ കൗരവർ പാണ്ഡവരാൽ കൊല്ലപ്പെട്ടവരാണെന്ന് തീരുമാനിച്ചുകൊണ്ട് അവിടുന്ന് യാദവ സൈന്യത്തെ അപ്പോൾ ഹസ്തിനപുരത്തേക്ക് അയച്ചില്ല. അങ്ങനെ ഹസ്തിനപുരത്തേക്ക് യാദവ സൈന്യത്തെ അയക്കുകയാണ്. അയച്ചിട്ട് അവിടെയെല്ലാം വിജയിച്ചു വരികയാണ് തിരിച്ച്. അപ്രകാരം ആർക്കും അറിയാത്ത ലീലകളോട് കൂടിയ അല്ലയോ ഗുരുവായൂരപ്പ ദുഃഖശാന്തിക്കായി അവിടുന്ന് അടിയനെ ഭജിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള അല്ലയോ ഗുരുവായൂരപ്പ ദുഃഖശാന്തിക്ക് വേണ്ടിയിട്ട് അടിയൻ ഭഗവാനെ ഭജിക്കുകയാണ്. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ജയ് ശ്രീ രാധേശ. ഇനി അടുത്തത് ദശകം 84 സമന്ത പഞ്ചകയാത്രയാണ്. അതും കൂടെ വായിച്ചിട്ട് നിർത്താട്ടോ. ക്വചിതപനോപരാഗകാലേ പുരിനിദത്കൃതവർമ്മ കാമസൂനുഹ യദുകുലഹിളാവൃതസ്തു തീർത്ഥം സമുപഗതോ ഭസി സമന്ത പഞ്ചകാക്യം. പിന്നീട് ഒരിക്കൽ ഒരു സൂര്യഗ്രഹണ കാലത്ത് ദ്വാരകയുടെ ഭരണത്തെ കൃതവർമാവിനെയും അനിരുദ്ധനെയും ഏൽപ്പിച്ചിട്ട് അവിടുന്ന് യദുകുല സ്ത്രീകളോടും പുരുഷന്മാരോടും ഒപ്പം സമന്ത പഞ്ചകം എന്ന തീർത്ഥക്കരയിൽ എത്തിച്ചേർന്നു. അതിനുശേഷം ഒരു സൂര്യഗ്രഹണ കാലത്ത് ദ്വാരകയുടെ ഭരണത്തെ എല്ലാം കൃതവർമാവിനും അനിരുദ്ധനെയും ഭഗവാൻ ഏൽപ്പിച്ചിട്ട് ഭഗവാൻ എവിടേക്ക് ചെല്ലുകയാണ്, യദുകുല സ്ത്രീകളോടും പുരുഷന്മാരോടും ഒപ്പം സമന്ത പഞ്ചകം എന്ന തീർത്ഥക്കരയിൽ എത്തിച്ചേരുകയാണ്. ബഹുതര ജനഹിതാഹാതിഹായ ബഹുതര ജനതാഹിതായ തത്രത്വമപി പുനൻ വിനിമജ്ജതീർദഥോയം ഹാ നിജകുല പരിമുക്ത വിത്തരാശീഹ സമമിളധാഹ കുരു പാണ്ഡവാദിമിത്രൈഹ. അവിടുന്ന് ബഹുജന രക്ഷയ്ക്കായി ആ തീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ച് അതിനെ പവിത്രമാക്കി തീർത്തു. ബ്രാഹ്മണർക്ക് ധാരാളം ധനത്തെ ദാനം ചെയ്തു. പാണ്ഡവാദികളായ ബന്ധുജനങ്ങൾക്കൊപ്പം ഒത്തുകൂടി. അങ്ങനെ കൗരവ പാണ്ഡവരായിട്ടുള്ള ബന്ധുജനങ്ങളുടെ കൂടെ എത്തിച്ചേരുകയാണ്. ഭഗവാൻ എന്ത് ചെയ്യുകയാണ്, ആ തീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ചിട്ട് അതിനെ പവിത്രമാക്കുകയും ചെയ്യുകയാണ് ഭഗവാൻ. തവ ഖലു ദയിതാ ജനൈഹാ സമേതാ ധ്രുവസുധാ ത്വയി ഗാഢഭക്തിഹാരഃ തദുദിതഭവദാഹൃതി പ്രകാരൈ രതിമുമുദേ സമന്യൻ സമമന്യമാമിനീദ്ഭീഹ. അവിടുത്തെ ഉറച്ച ഭക്തിയുള്ള പാഞ്ചാലി ആകട്ടെ അവിടുത്തെ ഭാര്യമാരുമായി ചേർന്ന് അവർ പറഞ്ഞ അവിടുത്തെ പരിണയ കഥകൾ കേട്ട് മറ്റുള്ളവർക്കൊപ്പം സന്തോഷിച്ചു. അങ്ങനെ അവിടുത്തെ ഉറച്ച ഭക്തിയിലുള്ള പാഞ്ചാലി ആവട്ടെ ഭഗവാന്റെ ഭാര്യമാരുമൊക്കെ ആയിട്ട് ചേർന്ന് ഭഗവാന്റെ ഇങ്ങനെയുള്ള ഓരോരോ കഥകളൊക്കെ പറഞ്ഞ് അതൊക്കെ കേട്ട് രസിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. തദനുജ ഭഗവാൻ നിരീക്ഷ്യ ഗോപാ നദി കുതുകാതുമവഗമ്യമാനയിത്വഃ ചിരതര വിരഹാതുരാംഗരേഖഃ പശുപവധൂഹ സരസം ത്വമാന്വായസീഹ. പിന്നീട് അവിടുന്ന് ഗോപന്മാരുടെ അടുത്ത് ചെന്ന് അവരെ ബഹുമാനിതരാക്കി. പിന്നെ ഏറെക്കാലത്തെ വിരഹത്താൽ വളരെ ക്ഷീണിച്ചു പോയ ദേഹമുള്ള ഗോപികമാരെ അവിടുന്ന് സരസമായി അനുഗമിച്ചു. അതിനുശേഷം ഭഗവാൻ എന്താണ് വീണ്ടും ഗോപികമാരുടെ അടുത്തേക്ക് പോയി ഗോപികമാരെ അനുഗമിക്കുകയാണ്. സബദിജഭവദീഷണോത്സവേന പ്രമുഷിതമാനഹൃദാം നിദംബിനീനാം അതിരസ പരിമുക്ത കഞ്ചുളീകേ പരിചയ ഹൃദ്യതരേ കുചേന്ദ്രലക്ഷ്യം. അവിടുത്തെ ദർശനത്താൽ അപഹരിക്കപ്പെട്ട മനസ്സുള്ളവരായ ഗോപികമാരുടെ പ്രണയ കോപമെല്ലാം പോയി. അതിയായ ആനന്ദത്തിന്റെ ഇളക്കങ്ങളാൽ അവരുടെ കഞ്ചുകങ്ങൾ അഴിഞ്ഞുപോയി. പരിചയത്താൽ ഹൃദ്യമായ അവരുടെ കുജങ്ങളിൽ അവിടുന്ന് ലയിച്ചു. അങ്ങനെ ഭഗവാൻ ഗോപികമാരുമായിട്ടുള്ള ആ ഒരു ഉല്ലാസമാണ് ഇവിടെ പറയുന്നത്. ത്രിഭുജന കലഹൈഹ പുനഃ പുനർമേ സമുപഗൈതരീയതി വിളംബനാഭൂത് ഇതി കൃത പരിരംഭണേ ത്വയി ദ്രാഗതി വിവശാ ഖലു രാധികാ നിലീല്യേ. വീണ്ടും വീണ്ടും വന്നുകൊണ്ടുള്ള ശത്രുക്കളുമായുള്ള യുദ്ധങ്ങൾ കാരണമായാണ് എനിക്ക് ഇത്രയും കാലവിളംബം ഉണ്ടായത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് ആശ്ലേഷിച്ചപ്പോൾ ആ രാധ അത്യന്തം രാഗപരവശയായി അവിടത്തിൽ വിലയിച്ചു. അങ്ങനെ രാധയോട് പറയുകയാണ്, എനിക്ക് ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാധേ, അതുകൊണ്ടാണ് ഞാൻ വരാൻ ഇത്രയും വൈകിയത് എന്ന് പറയുകയാണ്. എന്നിട്ട് ആ രാധയുമായിട്ട് അവിടുന്ന് വിലയിക്കുകയാണ്. അപഗത വിരഹവ്യദാസ്തദാതാ രഹസി വിദായ ദദാദ തത്വബോധം ഹാ പരമസുഖ ചിദാത്മകോ ഹമാന്തേ
തുദയതുവഹ സ്ഫുടമേവ ചേതസീതി. അങ്ങനെ അവിടുന്ന് ഏകാന്തതയിൽ അവരുടെ വിരഹ ദുഃഖത്തെ നീക്കി. പരമാനന്ദ സ്വരൂപനായ ഞാൻ സർവരിലും അന്തര്യാമിയായ ആത്മാവാണ് എന്ന വ്യക്തമായ ബോധം നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ എന്നിങ്ങനെ അവർക്ക് തത്വബോധത്തെ അരുളിച്ചത്. അങ്ങനെ എല്ലാവരും ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിനുള്ളില് അന്തര്യാമിയായ ആത്മാവായി ഭഗവാൻ ഉണ്ട് എന്നുള്ളതാണ്. ആ പരമാനന്ദ സ്വരൂപനായ ഞാൻ സർവരിലും അന്തര്യാമിയായ ആത്മാവാണ് എന്നുള്ളത് ഭഗവാൻ അവിടെ ബോധിപ്പിച്ചു കൊടുക്കുകയാണ്. സുഖരസ പരിമിശ്രിതോ വിയോഗഃ കിമപി പുരവാ ഭവന്തുരോപദേശൈഃ സമഭവമുദഃ പരം തു സാസാം പരമസുഖൈക്യമയീ ഭവദ്ദി ചിന്ത. മുമ്പ് ഉദ്ധവർ ഗോകുലത്തിലെത്തി ഉപദേശങ്ങൾ നൽകിയപ്പോൾ വിരഹം കുറയുകയും അവിടത്തെക്കുറിച്ചുള്ള ചിന്തയിൽ സുഖരസം കലർന്നതായി ആ ഗോപികമാർ അനുഭവിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴാകട്ടെ അവിടുത്തെ ഉപദേശത്താൽ അവിടത്തെക്കുറിച്ചുള്ള ആ ചിന്ത തന്നെ പരമാനന്ദ രസത്തോട് ഐക്യപ്പെട്ടതായി അവർ അനുഭവിച്ചു. അങ്ങനെ അത്രയും ഒരു പരമാനന്ദ രസമാണ് അവിടെ ആ ഗോപികമാര് രാധാറാണി അനുഭവിക്കുന്നത്. മുനിവര നിമഹൈസ്തവാദ പിത്രാം ദുരിതശമായ ശുഭാനി പൃച്ഛമാനൈഃ ത്വയി സതി കിമിദം ശുഭാന്തരൈരൈ തുരുഹുദാസിതരൈഭി യാജിതസ്തദൗസൗ. പിന്നീട് അവിടുത്തെ പിതാവായ വസുദേവൻ ദുരിത പരിഹാരാർത്ഥം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ മുനിമാരോട് ചോദിച്ചു. സർവാപഹാരനായ അവിടുന്ന് ഉള്ളപ്പോൾ മറ്റ് കർമ്മങ്ങൾ എന്തിന് എന്നിങ്ങനെ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞുവെങ്കിലും അവർ വസുദേവനെ കൊണ്ട് യാഗം ചെയ്യിച്ചു. അങ്ങനെ സർവ്വ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഒഴിയാൻ വേണ്ടിയിട്ടുള്ള യാഗത്തെക്കുറിച്ച് വസുദേവൻ ചോദിക്കുകയാണ്. അപ്പം പറയുകയാണ്, ഭഗവാൻ കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ യാഗങ്ങളുടെയൊക്കെ ആവശ്യമെന്ന് ചോദിക്കുകയാണ്. പിന്നീട് ഒരു യാഗം തന്നെ നടത്തുകയാണ്. അങ്ങനെ നടത്തിയിട്ട് ആരെ കൊണ്ട്? വസുദേവനെ കൊണ്ട് അങ്ങനെ ഒരു യാഗം, നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും എല്ലാം നല്ലതും ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവര് ആ ഒരു യാഗം, എല്ലാവർക്കും നല്ലതുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു യാഗം നടത്തുകയാണ്. സുമഹതി യജനേ വിദായമാനേ പ്രമുദിതമിത്രജനേ സഹൈവ ഗോപഃ യദുജനമഹിതാസ്ത്രിമാസാമാത്രം ഫവദനുഷങ്കരസംപുരേവഫേജുഹ. അത്യന്തം സന്തുഷ്ടചിത്തരായി തീർന്ന എല്ലാ ബന്ധുജനങ്ങളോടും മിത്രങ്ങളോടും കൂടി മഹത്തായ യാഗം ആഘോഷമായി നടക്കവേ യാദവന്മാരാൽ ബഹുമാനിതരായി 3 മാസക്കാലത്തോളം ഗോപന്മാർ അവിടത്തോടൊപ്പം മുന്നത്തെ പോലെ സ്നേഹസമ്പർക്കത്തോടും സന്തോഷമായും കഴിഞ്ഞു. അങ്ങനെ ഭഗവാനോട് അത്യന്തം സന്തോഷമായിട്ട് ആ ഗോപന്മാർ കഴിയുകയാണ്. വ്യപാഗമ സമയേ സമേത്യ രാധാം ദൃഢമുപഗുഹ്യ നിരീക്ഷവീദഖേദാം പ്രമുദിത ഹൃദയഃ പുരം പ്രയാതഃ പവനപുരേശ്വരാ പാഹി മാം ഗദേഭ്യഃ. യാഗം കഴിഞ്ഞ് പിരിയാനുള്ള ഘട്ടമായപ്പോൾ അവിടുന്ന് രാധയെ സമീപിച്ച് ദൃഢമായി ആലിംഗനം ചെയ്തു. അവളുടെ ദുഃഖമെല്ലാം മാറിയിരിക്കുന്നതായി അറിഞ്ഞ് അവിടുന്ന് സന്തോഷചിത്തനായി ദ്വാരകയിലേക്ക് മടങ്ങി. അപ്രകാരമുള്ള അല്ലയോ ഗുരുവായൂരപ്പ, അവിടുന്ന് അടിയനെ രോഗങ്ങളിൽ നിന്നും, സകല ദുഷ്ടതയിൽ നിന്നും, സകല രോഗങ്ങളിൽ നിന്നും, എല്ലാത്തിൽ നിന്നും, ശത്രുഭയത്തിൽ നിന്നും, എല്ലാത്തിൽ നിന്നും രക്ഷിക്കണമേ ഗുരുവായൂരപ്പ എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഹരേ കൃഷ്ണ. അപ്പോൾ യാഗം കഴിഞ്ഞ് പിരിയാനുള്ള ഘട്ടമായപ്പോൾ അവിടുന്ന് രാധയെ സമീപിച്ച് ദൃഢമായ ആലിംഗനം ചെയ്തു. അപ്പോൾ യാഗമെല്ലാം കഴിഞ്ഞതിന് ശേഷം രാധാറാണിയെ പിരിയണമല്ലോ, വീണ്ടും പിരിയേണ്ട ആ ഒരു ഘട്ടം വരികയാണ്. അപ്പോൾ പിരിഞ്ഞേ മതിയാവുള്ളൂ. അങ്ങനെ അവളുടെ ദുഃഖമെല്ലാം മാറിയിരിക്കുന്നതായിട്ട് അറിഞ്ഞിട്ട് അവിടുന്ന് സന്തോഷചിത്തനായിട്ട് ദ്വാരകയിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ രാധാറാണിയുടെ ദുഃഖങ്ങളെല്ലാം മാറിയെന്ന് ഭഗവാന് ബോധ്യമാകുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുകയാണ്? ദ്വാരകയിലേക്ക് മടങ്ങുകയാണ്. അപ്രകാരമുള്ള ഗുരുവായൂരപ്പ അടിയനെ രക്ഷിക്കണമേ എന്ന് ഭഗവാൻ പറയുകയാണ്. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ജയ് ശ്രീ രാധേശ. ഇനി ആരൊക്കെയാ വന്നിട്ടില്ലേ നോക്കാട്ടോ. അരുൺ, നസീൻ, ബിജോയ്, കാൽമി സുരേഷ്, ജിജോ ജോയ്, ആർത്തൂർ, വിപിൻ, അജി മുരുകേശൻ, കലാ, സാഗർ, സഞ്ജു, ജയവതി. ഹരേ കൃഷ്ണ. ഇനി കുറേ പേര് വന്നിട്ടുണ്ട്, ഞാൻ ഇപ്പം ഇത്രയും പേരെ വായിക്കുന്നുള്ള സമയമില്ല. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ജയ് ശ്രീ രാധേശ്യാം.